നമസ്കാരം കൂട്ടുകാരെ, പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, യൂട്യൂബിലെ എല്ലാ പ്രിയപ്പെട്ട ഓഡിയൻസിനും എൻ്റെ നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റീസണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. എനിക്കെന്താ വെച്ചാൽ സ്റ്റാർട്ടിങ് കയറാനൊരു ഫ്ലോ കിട്ടണുണ്ടോ. കാരണം എന്താ വെച്ചാൽ 3 ദിവസമൊക്കെ വ്ളോഗ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നാമത് ഞങ്ങളാരും മെൻ്റലി അല്ലെങ്കിൽ മാനസികപരമായിട്ടൊരു നല്ല നിലയിലല്ലായിരുന്നു. എല്ലാവരും ഭയങ്കര സങ്കടത്തിലായിരുന്നു. പിന്നെ മൊത്തത്തിൽ ഞങ്ങൾ അലട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ പുറത്ത് നടന്നുകൊണ്ടിരുന്നതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ ഭയങ്കര വെറീഡായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് ചെറിയൊരു മോചനം കിട്ടിയതിൻ്റെ ശേഷമാണ് വീഡിയോ ഇടാൻ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത്. അപ്പം എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് പറഞ്ഞാൽ ഇപ്പം നടന്ന സംഭവങ്ങളെക്കുറിച്ച്, അതായത് ഈ സംഭവങ്ങളെക്കുറിച്ച് വീഡിയോ ചെയ്യുകയാണെങ്കിൽ, അതായത് ഇന്ന ആൾക്കാർ ഇന്നത് ചെയ്തു, മറ്റേ ആൾക്കാർ മറിച്ചത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഓല് ചെയ്ത കാര്യങ്ങളൊക്കെ ചെറിയൊരു ബോക്സാക്കി ഒരു സൈഡിൽ കൊടുത്ത് അതിന് റിയാക്ഷനോ കാര്യങ്ങളോ കൊടുക്കുകയാണെങ്കിൽ എന്താണ് ഞങ്ങൾക്ക് ഇവരൊക്കെ ചെയ്തതിലൂടെ നഷ്ടപ്പെട്ടത് എന്നുള്ളൊരു സാധനം ഞങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ചിലപ്പം എനിക്ക് കുറേ ക്ലിക്ക് ബൈറ്റ് കിട്ടിയേക്കാം. വീഡിയോൻ്റെ പുറമേയുള്ള കുറേ ആൾക്കാർ പുറത്തുനിന്ന് വന്ന് വീഡിയോ കാണാം. ഇപ്പം സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ നിന്നൊരു 3-4 ഇരട്ടി എക്സ്ട്രാ ഓഡിയൻസിനെ ബിൽഡ് ചെയ്യാൻ പറ്റും. ഇതൊരു കോൺട്രവേഴ്സി ടോപ്പിക് ആയതുകൊണ്ട് തന്നെ പല ആൾക്കാർ ഓഡിയൻസും വന്നിട്ട് ഇത് കാണും, പല കുട്ടികൾ കാണും, പല ആൾക്കാർ കാണും. അതായത് നമ്മൾ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണാത്ത പല ആൾക്കാരും വന്ന് കാണും. ഞങ്ങൾക്ക് ഉറപ്പാണ് മറ്റുള്ളവരുടെ കാട്ടിലും ഇതിൽ നിന്നൊക്കെ ഇനിയിപ്പോൾ സാമ്പത്തിക ലാഭമോ അല്ലെങ്കിൽ വ്യൂവർഷിപ്പ് നോക്കുമ്പോൾ അതിനൊക്കെ ലാഭം ഉണ്ടാക്കും. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സംഭവങ്ങൾ ഒരിക്കലും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു, ഞാൻ പറഞ്ഞേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട സാധനത്തിന് ഒരിക്കലും ഇതൊന്നും ഈ കിട്ടുന്ന ഈ കോൺട്രവേഴ്സിയിൽ ഒരുപാട് ആവശ്യമില്ലാതെ സംസാരിച്ച് കിട്ടുന്ന സാധനത്തിൽ നിന്ന് കിട്ടുന്ന പൈസയോ പണമോ വ്യൂസോ ഇതൊന്നും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനൊരിക്കലും പകരാവില്ല. അപ്പോൾ എന്താണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങൾ, അതിന് എങ്ങനെയൊക്കെ പകരം നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും, എങ്ങനെയൊക്കെ അത് ലീഗലി ഇതിൻ്റെ പിന്നാലെ നടക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ചർച്ചയിലായിരുന്നു ഞങ്ങൾ. അപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങളിവിടെ ഇല്ലല്ലോ, നിങ്ങളെ ടീമിൽ നിങ്ങളെ കൂട്ടത്തിൽ ഒരാളെ പറ്റി പറഞ്ഞിട്ട് നിങ്ങളൊന്നിനും അതിനെപ്പറ്റി സംസാരിക്കണില്ലല്ലോ, കാണാനില്ലല്ലോ എന്നുള്ള സംഭവം ഇനി. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ആൾക്കാരോട് പറയാനുള്ളത്, ഒരു സംഭവം നടന്നു കഴിയുമ്പോൾ ഏറ്റവും സൂപ്പർ സംഭവമായിട്ട് ഇപ്പോൾ കുറച്ച് ആൾക്കാർ കാണുന്നൊരു സംഭവമുണ്ട്, അതിനെതിരെ ഒന്നായിട്ട് വന്നിട്ട് അങ്ങോട്ട് പ്രതികരിക്കുക, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിൻ്റെ എതിരെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിൻ്റെ എതിരെ ഒന്നായിട്ട് വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ബാധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ രോഷം തീർക്കാനോ അമർഷം തീർക്കാനോ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ അധികം കാണിപ്പിക്കാനോ നമ്മളെ സൈഡിൽ നിന്ന് അനാവശ്യമായിട്ടൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുക എന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞങ്ങൾ സ്വീകരിച്ച രീതി എന്താണെന്ന് വെച്ചാൽ, ലീഗലി, അതായത് റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളും ചെയ്യാതെ എങ്ങനെ ഇതിൻ്റെ മുന്നിൽ നിയമപരമായി പോകാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ സ്വീകരിച്ചത്. അപ്പോൾ സംഭവം ഞാൻ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം രാവിലെ 9 മണിയായപ്പോഴത്തിന് ഈ പ്രശ്നങ്ങൾ സംഭവിച്ച വീഡിയോസൊക്കെ ഞങ്ങൾ യൂട്യൂബിൽ നിന്ന് ഞങ്ങൾ കോപ്പിറൈറ്റ് കൊടുത്തു. കാരണം ആ വീഡിയോൻ്റെ ഇതിൽ കാണാമായിരുന്നു, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഗിവൻ ബൈ ഹനാൻ ഷാ എന്നുള്ള സംഭവം കാണാമായിരുന്നു. ഞങ്ങൾ തന്നെ ഞങ്ങളെ സൈഡിൽ നിന്ന് കോപ്പിറൈറ്റ് കൊടുത്തിട്ടാണ് ഒരു 3-4 മണിക്കൂറുള്ള ഒരു വലിയ വീഡിയോ യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്യിപ്പിച്ചത്. ഞങ്ങളതിലൊരു 15 മിനിറ്റ് അല്ലേ, ഒരു 15 മിനിറ്റേ ഞങ്ങൾ പ്രതിപാദിക്കണുള്ളൂ. അപ്പം ഈ സംഭവം ഉള്ളതാണ് ഞങ്ങൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്തത്. അപ്പോൾ സംഭവം ഉണ്ടാവണം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങളെല്ലാവരും ടൂറിലേനി, അതായത് കുറേ ആയി നമ്മളെല്ലാവരും ഒരു ട്രിപ്പൊക്കെ പോയിട്ട് അർബാനിയൊക്കെ വിളിച്ച്, അന്നെല്ലാവരും ഇപ്പോൾ ലാസ്റ്റ് കണ്ട വീഡിയോയിൽ ഞങ്ങൾ കുറച്ച് സംഭവം ഇട്ടിരുന്നു. അതിൽ ഞങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ അർബാനിയിൽ ടൂറ് പോവുകയാണ്, ഞങ്ങൾ ടൂറിസ്റ്റ് ലൊക്കേഷനിൽ എത്തുന്ന വരെയുള്ള വീഡിയോസ് ഇട്ടിട്ടാണ് ഞങ്ങൾ എൻ്റെ ചെയ്യണത്. അപ്പോൾ വളരെ സന്തോഷത്തോടെ ഇപ്പം അങ്ങനെ എല്ലാവരും കിട്ടലൊക്കെ ഭയങ്കര കുറവാണ്. പേഴ്സണലി പറയുകയാണെങ്കിൽ ഇപ്പം എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള തിരക്കുണ്ട്. വിവാഹം കഴിഞ്ഞവരുണ്ട് നമ്മളെ കൂട്ടത്തിൽ, കഴിയാത്തവരുണ്ട്. അപ്പം എല്ലാവരും ഒരുമിച്ച് ഒരു കുടക്കയിൽ ജോലി തിരക്കുകളൊക്കെ കഴിഞ്ഞ് കിട്ടുന്ന ദിവസങ്ങൾ വളരെ അപൂർവമാണ്. അപ്പം മനസ്സിൽ ഭയങ്കര സന്തോഷമുള്ള ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. അതായത് നമ്മൾ ഫ്രണ്ട്സായിട്ട് കൂടുക, ഇവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുക. കാരണം ഞങ്ങൾ അൾട്ടിമേറ്റ് സന്തോഷങ്ങൾ ഇതൊക്കെയാണ്. അതായത് ഏറിപ്പോയാൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇതേപോലെ റിസോർട്ട് എടുക്കുക, അവിടെ കുതിര വിടുക, അവിടെ ഓരോ ഗെയിംസ് കളിക്കുക, അല്ലെങ്കിൽ അവിടെ ഒരു ക്യാമ്പ് ഫയർ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്വന്തം ആൾക്കാരെ കുറ്റം പറയുക. അതായത് മറ്റുള്ളവർ പുറത്തുള്ളവരല്ല, അതായത് നമ്മളെ ആൾക്കാരെന്താണോ നമ്മളെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാനല്ല, ഇതിപ്പോൾ ബോയ്സിൻ്റെ ഇടയിൽ ഉണ്ടാവണമല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുക. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്കുനിയും നമ്മളങ്ങോട്ടും ഇക്കുന്നിയും അച്ചുബനിയും സൽമാനിയും. അപ്പോൾ ഇങ്ങനെ രീതിയിലാണ് നമ്മളെ ലൈഫ് പോലെ. നമ്മൾ ഇന്നേ വരെ സോഷ്യൽ മീഡിയയിൽ യാതൊരു കോൺട്രവേഴ്സിയിലും ഇടപെടാത്തൊരു വ്യക്തിയാണ് ഞാൻ പേഴ്സണലി. അതായത് ഇന്നെ ഒരുപാട് ആൾക്കാർ കുത്തി നോക്കിക്കലുണ്ടെങ്കിലും വ്യക്തിഹത്യ ചെയ്യലുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മളെ പേഴ്സണലി പല രീതിയിൽ ഉപദ്രവിക്കലുണ്ടെങ്കിലും ഇതൊന്നും ഞാൻ കാര്യമായിട്ട് എടുക്കില്ല. കാരണം ഇങ്ങനത്തെ ഒരു പാർട്ടിൽ ഇങ്ങനത്തെ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ ക്രിറ്റിസിസംസ് ഉണ്ടാവും, വ്യക്തിഹത്യകളുണ്ടാവും, പരിപാടികളുണ്ടാവും, എല്ലാം നമുക്ക് അറിയണതാണ്. ഈ അടുത്ത് വരെ ഞാൻ ഒരുപാട് നേരിട്ടുള്ളതാണ്. ഒരു 3-4 ദിവസം
അതിൻ്റെ കൂട്ടുകാരൊക്കെ വളരെ സങ്കടത്തിലായിരുന്നു. കാരണം ഇന്നെ വ്യക്തിഹത്യ ചെയ്ത പോലെ ഒരാളും ചെയ്യാത്തൊരു സമയം ഇപ്പോൾ ഒരു 3-4 ആഴ്ച മുന്നേ സംഭവിച്ചിട്ടുള്ളൂ. അപ്പം ഈ സമയത്ത് വരെ ഞാൻ ഇതിനെക്കുറിച്ച് ബോധേഡാവുക, ഏറ്റവും ടോപ്പ് മെച്യൂരിറ്റി ലെവലിൽ കീപ്പ് ചെയ്തിട്ട് ഇത് എങ്ങനെ നേരിടാന്നുള്ളത് ഞാൻ എന്നെ മെൻ്റലി സ്വയം സ്ട്രോങ് ആക്കിയിട്ട് ഞാൻ വിചാരിച്ചു ഞാൻ ഇങ്ങനെ ഒരു ഫീൽഡിലാണ്, ഇത്രയും ആൾക്കാർ മുന്നിൽ നിൽക്കുന്ന ആളാണ്, എനിക്ക് ചിലപ്പം പരിഹാസങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. അതൊക്കെ ഇതിൻ്റെ പാർട്ടാണ്. ലൈക്ക് വിജയങ്ങളുണ്ടാവും, പരാജയങ്ങളുണ്ടാവും, അതെങ്ങനെ നമ്മൾ ഫേസ് ചെയ്യണമെന്നുള്ളതിലാണ് കാര്യം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ 3 ദിവസം ആൾക്കാർ എന്നെ നോവിച്ചപ്പോഴും ഞാൻ കുട്ടികളോട് എല്ലാവരോടും പറഞ്ഞു, ആരും പേഴ്സണലി ആരോടൊന്നും പറയരുത്, ആരെയും അവരെ നമ്മളോട് എന്ത് ചെയ്യണു അതുപോലെ തെറി വിളിക്കാനോ അല്ലെങ്കിൽ അവരതാക്കാനോ പോകരുത്. കാരണം നമ്മളവരിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ സംഭവം കീപ്പ് ചെയ്യണം, ഈ ഒരു ഡീസൻസി കീപ്പ് ചെയ്യണം എന്നുള്ള എല്ലാവരോടും പറഞ്ഞത്. ഞാനത് അതിൻ്റെ അറ്റ്മോസ്റ്റ് ലെവലിൽ കീപ്പ് ചെയ്തു. കാരണം ഒരാൾക്കെതിരെ പോലും ഒരു കംപ്ലൈൻറ്റുകളും ഇല്ലാതെ ഇത്രയും എന്നെ കുത്തി നോവിച്ച ആൾക്കാർക്കെതിരെ എനിക്ക് പല കേസുകളിലും ഇത് അതിക്രമിച്ച് പോയിട്ട് എനിക്ക് ഡിഫമേഷൻ കൊടുക്കാം. അതായത് ഒരാവശ്യമില്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കൊത്തി കയറുമ്പോൾ ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെന്ത് സംഖ്യ പറയണോ അത് ആ കേസ് വിജയിച്ച് കഴിഞ്ഞാൽ നമുക്കത് തരേണ്ടി വരും. അപ്പോൾ ഇങ്ങനത്തെ വലിയ സംഭവങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ടെന്ന് അറിയാതെ പോലും വീഡിയോ ചെയ്യുന്ന ക്രിയേറ്റേഴ്സാണ് ഇന്ന് നമ്മളെ കേരളത്തിലുള്ളത്. അതായത് കേരളത്തിലും പുറത്തൊക്കെ ആയിട്ടുള്ളത്. പക്ഷേങ്കിൽ പുറത്തുള്ള രാജ്യത്തെ കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ UAE-ന്നോ അല്ലെങ്കിൽ നിങ്ങൾ സൗദിയിൽ ഈ കാര്യം സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ സൗദിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോ ഇപ്പമാരുണ്ടാവും, അതേപോലെ ഫാമിലിയിലത്തെ ബ്രദേഴ്സ് ഉണ്ടാവും, കുട്ടികളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കിയാൽ മതി. അതായത് അനാവശ്യമായിട്ട് ഒരു ടോപ്പിക്കിൽ ഒരു വ്യക്തിൻ്റെ പേര് അനാവശ്യമായിട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ, അനാവശ്യമായിട്ടും ആവശ്യമായിട്ടും എടുത്തിട്ട് കഴിഞ്ഞാൽ UAE-ലും സൗദി അറേബ്യയിലും GCC കൺട്രികളിലൊക്കെ എടുക്കുന്ന നിയമം എത്രത്തോളം സ്ട്രോങ് ആണ്, ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്നതിനെതിരെ എത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ലോസാണ് അയക്കെതിരെ എന്നുള്ളതുള്ളത് എല്ലാവർക്കും മനസ്സിലാവും. കാരണം നിങ്ങൾ പുറത്തുള്ള ആൾക്കാരോട് ചോദിച്ചാൽ മതി. മുമ്പൊരു കേസിൽ നമ്മൾ ഗൾഫിൽ ഒരാളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് ദുബായിൽ നിന്ന് തന്നെ കേസ് കൊടുത്തു. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ആക്ഷൻ ഉണ്ടായി, മറ്റേ ആൾ ഉള്ളിൽ പോയി. അതാണ് പ്രശ്നം. അപ്പോൾ അത്രയും പെട്ടെന്ന് ആക്ഷൻ എടുക്കും GCC കൺട്രീസ്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം നമ്മളെ നാട്ടിൽ നിർഭാഗ്യവശാലില്ല. അതിനൊക്കെ ഒരുപാട് സമയമെടുക്കും. ഇപ്പോൾ ഡിഫമേഷൻ കേസിനൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് തോന്നുന്നു കുറേ തടവോ കാര്യങ്ങളോ ഉണ്ടാവും, അതിൻ്റെ വ്യാപ്തി അനുസരിച്ചുണ്ടാവും. പക്ഷേ എന്നാലും ഇത് ആക്ഷൻ എടുക്കാനുള്ള ഒരു ടൈം ഗ്യാപ്പ് എടുക്കും. അപ്പോൾ അതിപ്പോൾ നമ്മളെ കാര്യങ്ങളാണെങ്കിലും ടൈം ഗ്യാപ്പ് എടുക്കും. നമ്മളിപ്പോൾ പിന്നാലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിയമത്തിൻ്റെ കാര്യമാണെങ്കിലും അതിനൊരു ടൈം ഗ്യാപ്പ് എടുക്കും. അപ്പം എനിക്ക് പറയാനുള്ളത് ഇതാണ്. അപ്പോൾ ഞങ്ങൾ ട്രിപ്പ് പോയ സമയത്ത് ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്ത് കോഴിയൊക്കെ ചുട്ട് അന്ന് വൻ മണ്ടത്തരങ്ങൾ ചെയ്തു. അതായത് ഞങ്ങൾ 2 റിസോർട്ട് ബുക്ക് ചെയ്തു. ഞാനൊരു റിസോർട്ട് ബുക്ക് ചെയ്തു, നബീലൊരു റിസോർട്ട് ബുക്ക് ചെയ്തു. 2 ആളും ബുക്ക് ചെയ്ത് അവിടെ എത്തിയിട്ടാണ് ലൊക്കേഷൻ നോക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ റിസോർട്ട് 8 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നബീൽ പറഞ്ഞു എൻ്റെ റിസോർട്ട് ഇവിടെ എത്തിയായിരുന്നു. അതിൽ പറഞ്ഞു അതേത് റിസോർട്ട് നബീലെ? അതിൽ നബീൽ പറഞ്ഞു ഞാൻ ബുക്ക് ചെയ്ത് ഒന്ന് ഈ പറയണ്ടേ. അതിൽ നബീൽ പറയാതെ റിസോർട്ട് ബുക്ക് ചെയ്തൊരു കോമഡി ഉണ്ട്, അത് വരും. അപ്പോൾ അതൊക്കെ പോസ്റ്റ് ചെയ്ത് അതൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചാണ്. അപ്പോൾ ഞങ്ങൾ അന്ന് രാത്രി മറ്റേ സിനിമ ഡയലോഗ് പറഞ്ഞ് കളിക്കുകയാണ് അല്ലേ എല്ലാവരും. മറ്റേ റൺവേത്തെ ഡയലോഗ്, അതേപോലെ വിക്രം സിനിമയിലെ ഡയലോഗൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കളിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു നല്ല രസത്തിൽ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പ്രത്യേക ആൾക്കാർ വന്നിട്ട് ഓരോ യൂട്യൂബ് ചാനലിൽ ഇന്നെ ഇതിൽ കരുവാക്കിയിട്ട്, അതായത് ഹനാനെക്കുറിച്ച് ഞാൻ കുറച്ച് പറയണം. അതായത് എന്തുക്കും ഏതുക്കും നമ്മളങ്ങോട്ട് പിടിച്ചിടുക എന്നുള്ളത് ഒരു ശൈലിയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ആയിക്കോട്ടെ, നിങ്ങൾ ആവശ്യമുള്ള കാര്യത്തിന് പിടിച്ചിട്ടോളി, പക്ഷേങ്കിൽ അനാവശ്യമായിട്ട് പിടിച്ചിടരുത്. അപ്പം കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ലീഗലി പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ വ്യാപ്തി അറിയാത്ത കുട്ടികളുണ്ടാവും. കാരണം ഇങ്ങനെ ചെയ്താൽ ഉഷാറാവും, കുറച്ച് റീച്ച് എക്സ്ട്രാ കിട്ടും എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ അതിൻ്റെ ഒക്കെ ഉപരി ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് നിയമങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ കുട്ടികളെല്ലാവരും മനസ്സിലാക്കുക എന്നുള്ളത് സ്നേഹത്തോടെ എനിക്ക് പറയാം. അത് ഞാനെന്ന ക്രിയേറ്റർ മാത്രമല്ല കേട്ടോ, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് ആരെക്കുറിച്ച് സംസാരിച്ചാലും, ഇപ്പോൾ ഒരു ബിസിനസ് ഫേമിനെ കുറിച്ച് സംസാരിച്ചാൽ അതിന് ലീഗൽ വശങ്ങളുണ്ട്. ഒരു സ്ഥാപനത്തിനെ കുറിച്ച് നിങ്ങൾ ആവശ്യമില്ലാത്തത് പറഞ്ഞാലോ ഒരു കേസ് ജയിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ കാണേണ്ട വിമർശനങ്ങളൊക്കെ ഓക്കെ ആണെങ്കിലും ഇതൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ കുടുങ്ങാൻ പോണത് ഈ ആവശ്യമില്ലാത്ത രീതിയിൽ, അതായത് കേസ് നല്ല രീതിയിൽ ഇവർ വിജയിപ്പിച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത രീതിയിൽ വിമർശിച്ച് നിങ്ങൾക്കെതിരെ ഇതിങ്ങോട്ട് ഉൾട്ടായിട്ട് തിരിയും. അപ്പോൾ ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞു ഹനാനെക്കുറിച്ച് പറയേണ്ട. അപ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വ്യക്തികളായിട്ട് യാതൊരുവിധ കോൺടാക്റ്റും പുലർത്താത്ത ആളാണ്. അതായത് പ്രോഗ്രാം സമയത്ത് ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അതായത് മുമ്പൊരു ഇവൻറ്റിൽ ഇവരും ഉണ്ടായിരുന്നു, അങ്ങനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടല്ലാണ്ട് യാതൊരു കോൺടാക്റ്റും ഇല്ലാത്ത ഞാനിപ്പോൾ ഇതിൽ എന്ത് പ്രശ്നം ഉണ്ടാക്കിയത് ഞാൻ ആലോചിച്ചു. ഞാൻ ഇവരായിട്ട് പേഴ്സണലി ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഷാനോനോട് പറഞ്ഞു ചെയ്തു, ഷാനോ നമ്മൾ ഇവരായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി? ഇല്ല, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മളെ പേര് ഇതിൽ എന്ത് വലിച്ചിട്ടു? അപ്പോൾ ഞങ്ങൾ ഒരു ദിവസത്തോളം വെയിറ്റ് ചെയ്തു, എന്തിനാണ് ഈ പേര് വലിച്ചിട്ടത്. അങ്ങനെ ഇവർ വീഡിയോ ഒരു 2.5 മണിക്കൂറോളം ആൾക്കാരെ ഈ വീഡിയോയിൽ നിർപ്പിച്ചേക്കാണ്. അതായത് 100,000-ഓളം ആൾക്കാർ തത്സമയം അത് കണ്ടിരിക്കുന്നുണ്ട്. അതിൽ പറയാണ് അടുത്തത് ഹനാൻഷൻ്റെയാണ്, അടുത്തത് ഹനാനെക്കുറിച്ചാണ് ഞങ്ങൾ പറയാൻ പോണത്, അടുത്തത് ഹനാൻഷനെ കുറിച്ച് പറയും. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ച് ഇതെന്ത്, ഇപ്പം
വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടായി, എന്ത് കാര്യം? കാരണം ഞാനായിട്ട് ആലോചിച്ചിട്ട് ഞാൻ 2 ദിവസം ചിന്തിച്ച് നോക്കിയിട്ടും എനിക്കൊരു കാര്യം മനസ്സിലാവണില്ല. ഞാനിപ്പോൾ ഒന്നും ഇവരായിട്ട് ചെയ്തിട്ടില്ല, ഇവരായിട്ട് ഞാനൊരു പ്രശ്നം, ഇവരായിട്ടല്ല ആരായിട്ടും ഏത് ക്രിയേറ്റേഴ്സിനായിട്ടും ഞാനൊരു പ്രശ്നത്തിനും ഇതുവരെ വന്നിട്ടില്ല. അത് ഏത് ക്രിയേറ്റേഴ്സിനും ധൈര്യമായിട്ട് പറയാം. ഞാൻ ഇപ്പോഴും പറയാണ്, ഒരു ക്രിയേറ്റേഴ്സിൻ്റെ കാര്യത്തിൽ ഇടപെടാതെ സ്വന്തം കാര്യങ്ങൾ നോക്കിയിട്ട് ഞാൻ ഈ പുല്ലും പാടവും വണ്ടിയും കൂട്ടരും മറ്റേ നെയ്ച്ചോറും കോയും ആട് ചൂടലും ആടുമന്തിയൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ എനിക്ക് പേറിപ്പോയാൽ ഞങ്ങളെ കൂട്ടുകാരൊന്ന് കൂടും, ഞങ്ങളൊരു ചിക്കൻ ചൂടും, ഞങ്ങളിങ്ങനെ ചില്ല് ചെയ്തിരിക്കും എന്നല്ലാണ്ട് അതിലുപരി മറ്റുള്ള ഒരാളെ എങ്ങനെ അടിച്ച് താത്താന്നോ അല്ലെങ്കിൽ മറ്റുള്ള ഒരാളെ കോൺട്രവേഴ്സിയിൽ എങ്ങനെ കയറി പറ്റാന്നോ അല്ലെങ്കിൽ കോൺട്രവേഴ്സികളിലൂടെ എങ്ങനെ ഒരു റീച്ച് നേടാമെന്നോ ഒരിക്കലും ചിന്തിച്ച് പോകാത്ത ആൾക്കാരാണ് നമ്മൾ. കാരണം അങ്ങനെ അനാവശ്യ ടോപ്പിക്കുകളിലൂടെ നമുക്ക് റീച്ച് നേടേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ സ്വതസിദ്ധമായി നമ്മൾ ഓൺ കണ്ടൻസ് നമ്മൾ വീട്ടിലിരുന്ന് എല്ലാ ദിവസവും നമുക്ക് പറ്റണ പോലെ എന്താണോ നമുക്ക് അന്ന് കിട്ടുന്ന കണ്ടൻറ്റ് അത് സോഷ്യൽ മീഡിയയിൽ മറ്റൊരാളെ ഉപദ്രവിക്കാതെ, അതായത് പുറത്തുനിന്നുള്ളൊരു പബ്ലിക്കിൽ ഇറങ്ങി പബ്ലിക്കിനൊരു ഉപദ്രവമാകാത്ത രീതിയിൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. കാരണം ഞങ്ങൾ വീട്ടുകാർ തന്നെയാണല്ലോ, ഞങ്ങൾ വീട്ടിലുള്ള ആൾക്കാരാണ്, പിന്നെ ഞങ്ങളെ ഫ്രണ്ട്സാണ്. അപ്പോൾ ഇവരാണ് ഇത് ചെയ്യണത്. അങ്ങനെ ഇവർ വീഡിയോൻ്റെ ഇടയിൽ എന്തുണ്ടായി, നമ്മളെ തന്നെ സുഹൃത്തിൻ്റെ ഈ വീഡിയോയിൽ ഹനാൻഷൻ്റെ പ്രശ്നമുണ്ട് പറഞ്ഞിട്ട് നമ്മളെ തന്നെ സുഹൃത്തിൻ്റെ ഭാര്യയെ വളരെ വൾഗറായിട്ടുള്ള രീതിയിൽ, അത് കേട്ടാൽ ഒരു സ്ത്രീ എന്നുള്ള നിലക്ക് നിങ്ങളത് എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് പോലും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രയും മോശമായിട്ടുള്ള രീതിയിൽ ഒരു പെൺകുട്ടിയാണത് കേൾക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഉമ്മ അല്ലെങ്കിൽ ആരായാലും, ഇങ്ങനെ ഇനിയിപ്പോൾ ഒരു ആൺകുട്ടി ആക്കോട്ടെ, ആര് കേട്ടാലും അല്ലെങ്കിൽ ഒരു ഉപ്പയാണ് ഇത് കേൾക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്രത്തോളം മോശമായ രീതിയിലാണ് ഇവരിത് ചിത്രീകരിച്ചതെന്നുള്ളത് ഞങ്ങളിത് കണ്ടിട്ട് സ്റ്റക്കായി നിന്നു. അതായത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളിത് കണ്ടിട്ട് ഇങ്ങനെ നിന്നത്. കാരണം ഒന്നിലും ഏതിലും, അതായത് ഇവരെ പ്രശ്നങ്ങളിലോ അതായത് യാതൊരു പ്രശ്നങ്ങളിലും തല കാണിക്കാതെ വളരെ മാനമര്യാദയോടെ ഏറ്റവും നല്ല രീതിയിൽ വസ്ത്രധാരണം അടക്കം കീപ്പ് ചെയ്തിട്ട് ഞങ്ങളെ കൂടെ ഉള്ള ഒരാളെ, അതായത് ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടാക്കാതെ വീഡിയോ ചെയ്യണം. നോമ്പ് സമയത്താണ്, നിങ്ങളത് ആലോചിച്ച് നോക്കണം. അതായത് റമദാൻ്റെ ടൈമിൽ ഒരു ഇഫ്താർ സമയത്ത് ഇപ്പോൾ എല്ലാവരും, എനിക്കറിയാം എല്ലാ കുട്ടികളും ഇഫ്താർ സമയത്ത് വീഡിയോസ്, ഇഫ്താറിൽ നോമ്പ് തുറക്കാൻ പോകുന്നതും നോമ്പിന് പാടത്ത് നോമ്പ് തുറക്കുന്നതും ഒക്കെ ഇപ്പോഴത്തെ കുട്ടികളെല്ലാവരും ചെയ്യണതാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മളെ വീട്ടിൽ നോമ്പ് തുറവിക്കൊരു ഭക്ഷണം ഉണ്ടാക്കുകയാണ്. അപ്പം ഇത് ചെയ്തിരിക്കുന്ന ഒരാളെ വളരെ മോശമായ രീതിയിലാണ് ഈ പറഞ്ഞ വ്യക്തികൾ ചിത്രീകരിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇവരിത് എന്ത് ചെയ്യാണ്, ഇവർ തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ ഇടയ്ക്ക് ഈ പാവം ഇൻ്റെ പേരിനെ വെച്ച് ഒരുപാട് നേരം ഓഡിയൻസിനെ കീപ്പ് ചെയ്തതിന് ശേഷം ഇന്നെ പറയാതെ എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാർ, അതായത് എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യനെ, അതിലുള്ള സ്ത്രീകളെ, എൻ്റെ ഉമ്മ, അതായത് കൃത്യമായ വോയിസ് നോട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഇതിൻ്റെ എല്ലാ വോയിസ് നോട്ടും ഞങ്ങളുടെ കയ്യിലുണ്ട്. എല്ലാ വോയിസ് നോട്ടും എന്ന് പറഞ്ഞാൽ ഏത് ഫോണിലാണോ റെക്കോർഡ് ചെയ്തത്, ഇവർ ഏത് സാഹചര്യത്തിലാണോ റെക്കോർഡ് ചെയ്തത്, ഈ വോയിസ് നോട്ട് അടക്കം നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്ര സത്യത്തോടെ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ സംസാരിക്കണം. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞങ്ങൾ സ്റ്റക്കായിപ്പോയി. ഒരു 15 മിനിറ്റ് 20-25 മിനിറ്റ് നേരത്തേക്ക് എങ്ങനെ ഈ കുട്ടീൻ്റെ മാനസിക നിലയെ ഇത് ബാധിക്കും, എങ്ങനെ ഈ കുട്ടി എത്രത്തോളം എമോഷണലാവും, അതായത് ഞങ്ങൾ ഈ ഒരു സംഭവത്തിൻ്റെ ശേഷം എങ്ങനെ ബാക്ക് ടു ട്രാക്കിലാവും. കാരണം ഇതൊരാവശ്യമില്ലാത്തൊരു കുട്ടീനെ ഒരു ലൈവിൽ വന്നിട്ട് 1.5 ലക്ഷം ആൾക്കാർ തത്സമയം കാണുക, പിറ്റേ ദിവസം രാവിലെ 9 മണിയായപ്പോഴത്തേന് 8-8.5 ലക്ഷം ആൾക്കാർ ഈ 4.5 മണിക്കൂറിൻ്റെ വീഡിയോ കണ്ടിരിക്കുകയാണ്. ഈ 2:30 മണി മുതൽ ഇന്ന് ഈ വൈകുന്നേരം 5 മണി വരെ നമ്മൾ സൈലൻ്റ് ആയിരുന്നു. അപ്പം പുറത്തുനിന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, നമ്മൾ ഈ 2:30 മണി മുതൽ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണോ. അപ്പോൾ ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ എല്ലാം ഇതേപോലെ നോക്കി കണ്ടിരുന്നു. നിങ്ങൾ കുടുംബത്തിലെ ആൾക്കാരെ തൊട്ടിട്ട് നിങ്ങളൊന്നും ചെയ്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മൾ ഒരു ദൗത്യത്തിൻ്റെ പുറകിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അതിനെക്കുറിച്ച് ശബ്ദിക്കാണ്ട് ആ ദൗത്യം എന്താണെന്നുള്ളത് അത് പൂർത്തിയാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തൊരു ടേം. അപ്പം നമ്മളപ്പം തന്നെ നമ്മൾ പോയ റിസോർട്ടിൽ നമ്മളെ ഡ്രൈവറൊക്കെ വിളിച്ച് എണീപ്പിച്ച് നമ്മളെ വണ്ടി സ്റ്റാർട്ടാക്കി, അർബാനിയ സ്റ്റാർട്ടാക്കി. 10-12 ആൾക്കാർ ആ റിസോർട്ടിൽ നിന്ന് രാത്രി 12 മണിക്ക് റിസോർട്ടിൻ്റെ ഓണർ വന്നിട്ട് ഉമ്മേ എന്താ എവിടുക്കുക നിങ്ങളെല്ലാവരും പോകുന്നത് 2 മണിക്ക്. അപ്പോൾ ഇക്കാണെങ്കിൽ ചെറിയ ഒരു ഇഷ്യൂ ഉണ്ട്, ഞങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാൻ, നമുക്ക് നാളെ തൊട്ട് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് പോകേണ്ടി വരും. അപ്പോൾ അമ്മേ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിച്ചു റിസോർട്ടിൽ. ഞാൻ ഇല്ല, റിസോർട്ട് നല്ല റിസോർട്ടാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട റിസോർട്ടാണ്, ഞങ്ങൾ ഇവിടെ വീണ്ടും വരും. പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങണം പറഞ്ഞിട്ട് ഞങ്ങൾ ആ വണ്ടിയിൽ എല്ലാവരും കണ്ണും തുറന്നാണ് ഇരിക്കുന്നത്. 4 മണി വരെ ഞങ്ങൾ കണ്ണും തുറന്നിട്ട് ഇരിക്കുകയാണ്. കാരണം ഇത് എന്ത് ചെയ്യും, എങ്ങനെ ഫേസ് ചെയ്യും. കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഇത് എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളൊരു സംഭവമാണ് ഏറ്റവും പ്രശംസ അർഹിക്കുന്ന ഒരു സംഭവം. അതായത് ആ സമയത്ത് വേണമെങ്കിൽ രോഷം കയറി നമുക്ക് അതിൽ വിപ്ലവം പുറപ്പെടുപ്പിക്കുക, ആ സമയത്ത് മറ്റേ അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക, വീരവാദങ്ങൾ മുഴക്കുക, തിരിച്ച് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇവരും മോശമായ രീതിയിൽ ചിത്രീകരിക്കുക, ഇതൊക്കെ നമുക്ക് ആ സമയത്ത് വേണമെങ്കിൽ ചെയ്യാം. ഒന്നും ചെയ്യാതെ ഞങ്ങൾ എന്ത് ചെയ്തു, 2 മണിക്ക് ഞങ്ങളെ ഫോണിൽ നിന്ന് ആദ്യത്തെ കോൾ പോവാണ് സ്റ്റേഷനുകളിലേക്കും അതാത് വകുപ്പുകളിലുള്ള വ്യക്തികളിലേക്കും. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മളോട് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു. നമ്മൾ ഫസ്റ്റ് ആദ്യം തന്നെ സ്റ്റേഷൻ SIക്ക് പരാതി കൈമാറുന്നു. അപ്പം ഇത് ഞാൻ പറയട്ടെ, ഇപ്പോഴും പറയണം. അപ്പോൾ ഒരുപാട് ജനങ്ങൾ ചിന്തിക്കണ്ടോ നമ്മൾ എല്ലാ കേസിൻ്റെയും പിന്നാലെയാണോ പോണത്, അല്ല.
അത് സ്വമേധയാ എടുത്ത കേസുകൾ ഇതിൽ വേറെ തന്നെ ഉണ്ട്. പക്ഷേ ഞങ്ങളെ ബാധിച്ച വിഷയം ഞങ്ങളെ കുട്ടീനെ ഇതിൽ ആവശ്യമില്ലാണ്ട് വലിച്ചിട്ടു. എന്തിനാ ഒന്ന് ചിന്തിച്ച് നോക്കി, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന് എന്തിന് ഈ പാവം ഞങ്ങളെ വീട്ടിലൊരു കുട്ടി ഞങ്ങൾ വലിച്ചിട്ടു, നിങ്ങൾ ഇന്നെ വലിച്ചിട്ടോളി. ഇപ്പോൾ ഞാൻ പറയാം, ബാസിൽ ഞങ്ങൾ ആണുങ്ങളുണ്ട്, ഇപ്പോൾ ജിംഷ, അഫ്രാസ്, അപ്പം ഷാനു, നബീൽ, ഞങ്ങളെല്ലാവരും ചെക്കന്മാരാണ്. നമുക്കിപ്പോൾ കുറച്ചും കൂടി എന്തുണ്ടാവും ബാക്കിയുള്ളവരെക്കാട്ടിലും ഇതൊക്കെ നിന്ന് കടന്ന് ശീലിച്ച് കുറച്ചൊരു മനക്കട്ടി കുറച്ച് ബിൽഡായി കാണും. നിങ്ങൾ എന്ത് ചെയ്താലും വിഷയമല്ല എന്നുള്ളൊരു മനക്കട്ടി നമുക്കുണ്ടാവും. അപ്പോൾ ഞങ്ങൾ എന്ത് കേസിലും അപ്പോൾ ഇത് ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഈ സബ്ജക്റ്റുകളെന്ന് വരുമ്പോൾ നമ്മളെ സൈഡിൽ നിന്നൊന്നും ശബ്ദം ഉണ്ടാക്കാണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാണ്ട് നമ്മളെ കൂട്ടത്തിലുള്ള ഒരു കുട്ടിനെ വലിച്ചിടുമ്പോൾ ഇത് ഫാമിലിയാണ്. അപ്പോൾ വെൻ ഇറ്റ് കംസ് ടു ഫാമിലി ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാറ്ററാണ് ഞങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ പോയി ആദ്യത്തെ പരാതി SIക്ക് കൊടുത്തു. അതുപോലെ തന്നെ SI ഈ പരാതിയിൽ ഈ വീഡിയോ, അതായത് ഇതിൽ ശബ്ദം ഒരു വ്യക്തിൻ്റെതാണ്, ഈ വ്യക്തിൻ്റെ തന്നെ കൂടെയുള്ള ആൾക്കാരാണ് ഈ വ്യക്തി മുമ്പ് സംസാരിച്ച ശബ്ദങ്ങളും കാര്യങ്ങളും ശബ്ദരേഖകൾ പുറത്തു വിട്ടുള്ളത്. അപ്പം ഈ പുറത്തു വിട്ട ആൾക്കാരും ഈ ശബ്ദരേഖയിലുള്ള ആൾക്കാരും ഒക്കെ ഈക്വലി എന്താണ് ഇതിൻ്റെ ഒരു പാർട്ടാണ്. അതായത് ഈ കുട്ടീനെ ആവശ്യമില്ലാണ്ട് കൊത്തി കീറിയതിലൊരു പാർട്ടാണ്. അപ്പം എനിക്ക് ആൾക്കാരോട് പറയാനുള്ളത്, ഇവർ ചെയ്ത തെറ്റ് ഒരിക്കലും ഒരു മാപ്പ് അർഹിക്കണ തെറ്റുപോലല്ല. അതായത് വന്ന് മാപ്പ് പറഞ്ഞാൽ പോലും നമുക്ക് അതിൻ്റെ ഒരു സങ്കടമോ അല്ലെങ്കിൽ നമുക്കതിൽ നിന്നുണ്ടായ ഒരു നഷ്ടം തീരൂല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ SIക്ക് കംപ്ലയിൻറ്റ് കൊടുത്തു. പിന്നീട് CI സാറിന് കംപ്ലയിൻറ്റ് കൊടുത്തു. വേറൊരു CI സാറിന് നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്തു. അങ്ങനെ നമ്മൾ SP സാറെ കാണാൻ പോയി. അതായത് കഴിഞ്ഞ 3 ദിവസം, ആദ്യത്തെ ദിവസം SIനെ കണ്ടു, രണ്ടാമത്തെ ദിവസം CI സാറെ കണ്ടു, മൂന്നാമത്തെ ദിവസം SP സാറെ കണ്ടു, നമ്മളെ വളരെ അടുത്തിട്ടുള്ളൊരു SP സാറെ കണ്ടു. അതുപോലെ തന്നെ ആ SP സാറ് നമ്മളോട് വേറെ SP സാറെ പോയിട്ട് കാണാൻ പറഞ്ഞു. മലപ്പുറം ജില്ലേൻ്റെ മേധാവിയായിട്ട് വരുന്നൊരു സാറായിട്ട് പരാതി കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്താൻ പറഞ്ഞു. അങ്ങനെ അത് ബോധ്യപ്പെടുത്തി. അതിനുശേഷം ഞങ്ങളെ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ടായി. അതായത് എന്താണ് നിങ്ങൾ ചെയ്യണത്, ഇപ്പോൾ എല്ലാവർക്കും ഡൗട്ടായില്ല. ഇപ്പോൾ നിങ്ങളെ പോലെ തന്നെ ഇത് കണ്ടിരിക്കണം, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകണം. അപ്പം നമ്മൾ ഈ ഒരു ദൗത്യത്തിൽ ഒരുപാട് സഹായിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് സനു ചേട്ടന്. അപ്പോൾ സനു ചേട്ടൻ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, എന്തായാലും ആഭ്യന്തരമന്ത്രി, ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല മുമ്പാകെ നിങ്ങൾ ഈ പരാതി എന്തായാലും ബോധ്യപ്പെടുത്തണം. അപ്പോൾ അതിനുള്ളൊരു അവസരം ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഒരുക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കിതിൽ ഒരുപാട് ആൾക്കാർ, ജഷീംക്കുണ്ട്, അതുപോലെ തന്നെ നമ്മളെ ബാസിലിൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്തുണ്ട്, അതായത് മുക്കം സ്വദേശിയാണ്. എനിക്ക് പേര് റിഷാൽക്കല്ലേ പറഞ്ഞേ, പേര് എനിക്ക് കറക്റ്റ് ബാസിലിനാണ് അറിയാം, ബാസിലിൻ്റെ അടുത്ത സുഹൃത്താണ്. അതുപോലെ തന്നെ അജാസ്ക, അതുപോലെ തന്നെ ഞാൻ എടുത്തു പറയേണ്ട പേരുകൾ ഒരുപാട് പേരുകളുണ്ട്. അതായത് ഈ കേസിൽ നമ്മളെ ഒരുപാട് MP മാർ വളരെ നല്ല രീതിയിൽ, അതായത് ഇങ്ങനത്തെ ഒരു പ്രശ്നമായതുകൊണ്ടാണ്, അതായത് നമ്മളെ വീട്ടിലൊരു സ്ത്രീ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ അപമാനിച്ചൊരു വിഷയം ആയതുകൊണ്ട് തന്നെ ഒരുപാട് MP മാരോട് ഞാൻ ഇതെങ്ങനെ ചെയ്യണം, എങ്ങനെ മൂവ് ചെയ്യണമെന്ന് ചോദിച്ചു. നമ്മളോട് വളരെ അടുത്ത് പരിചയമുള്ള, നമ്മളെ എപ്പോഴും ഒരു ബ്രദറിനെ പോലെ കാണുന്ന MP മാർ എനിക്ക് ഒരുപാട് നല്ല സൗഹൃദങ്ങൾ എനിക്കുണ്ട്. അതായത് വളരെ നല്ല രീതിയിൽ, അതായത് ഞാനൊരിക്കലും ഒരു സഹായം ചോദിച്ചു ചെല്ലാത്ത ആൾക്കാരാണ്. അതായത് ഇതുവരെ എനിക്ക് ഇങ്ങനത്തെ ഒരു ആവശ്യകത ഇവരടുത്തൊന്നും വന്നിട്ടില്ല. എനിക്കിങ്ങനെ ഒരു സഹായമാണ്, എനിക്കിങ്ങനെ ഒരു പോലീസ് കേസ് അങ്ങനത്തെ സംഭവം, എനിക്കൊന്ന് സ്റ്റേഷനിൽ പോകണം, ഇതൊന്നും ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷേ കൂട്ടത്തിലുള്ള ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് ചോദിക്കണം എന്ന് തോന്നി. അങ്ങനെ ഇവരൊക്കെ നല്ല രീതിയിൽ അറ്റ്മോസ്ഫിയർ ലെവലിൽ സഹായിച്ച് ഇന്ന് രാവിലെ നമ്മൾ ആലുവ ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ആഭ്യന്തര മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല അവർകളെ കണ്ട് ഞങ്ങളെ പരാതി വ്യക്തമായി. ഞങ്ങൾക്കുള്ള സന്തോഷം എന്താ വെച്ചാൽ ആഭ്യന്തരമന്ത്രിനെ ഇപ്പോഴത്തെ കാലത്ത് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം വലിയ ബഹുമതിയാണ് ഞങ്ങൾക്ക് കിട്ടിയത് എന്നുള്ളത് അത് ഞങ്ങൾക്കറിയാം. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, ആഭ്യന്തരമന്ത്രിൻ്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ തന്നെ ഒരുപാട് റിസ്കുകളുണ്ട്. അതായത് ഡയറക്റ്റ് അദ്ദേഹത്തിന് മീറ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഒരുപാട് റിസ്കുകളുണ്ട്. അതായത് നമ്മളെക്കുറിച്ച് അടക്കം പഠിച്ചിട്ടേ ആ മീറ്റിങ്ങിനുള്ള ഒരു അവസരം ഒരുക്കുള്ളൂ. അപ്പം നമ്മളെക്കുറിച്ച് അടക്കം പഠിച്ചിട്ട് വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ഇന്നലെ രാത്രി, അതായത് വീട്ടിലെത്തി നമ്മളെല്ലാവരും നമ്മളെ വൈക്കായി ഈ പറഞ്ഞ വ്യക്തിനെ വളരെ രീതിയിൽ ആശ്വസിപ്പിച്ച് ഞങ്ങളെല്ലാവരും ഇവിടെ കൂടെ ഉണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് ദിവസം മുതൽ 3 ദിവസം ഇന്ന് ഉച്ച വരെ ഈ വ്യക്തിൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും സമാശ്വസിപ്പിക്കാനും ഈ വ്യക്തിൻ്റെ കൂടെ നിൽക്കാനൊക്കെ നമ്മളുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇന്നലെ രാത്രി പുറപ്പെട്ട് ഉറങ്ങാതെ 4 മണിക്ക് കൊച്ചി എത്തി. 5:45 സമയത്ത് ഉറങ്ങാണ്ടാണ് പോണത്. കാരണം ആ സമയത്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു മീറ്റിങ്ങിന് പോകുമ്പോൾ അത് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കത് മിസ്സാവും. അപ്പോൾ ഞങ്ങൾ നേരെ സാറിനെ പോയി കണ്ടു. സാറ് 3 പേജോളം വരുന്ന ഞങ്ങളെ പരാതി ഞങ്ങളെ മുമ്പിൽ തന്നെ നിന്നിട്ട് സാറ് വളരെ സൗമ്യതയോടെ നമ്മളെ ഭയങ്കര സ്നേഹത്തോടെയാണ് സാർ ഈ പരാതി മൊത്തം വായിച്ചത്. അപ്പോൾ ഈ പരാതിയെക്കുറിച്ച് സാറ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് വിശദാംശങ്ങൾ സ്വീകരിച്ചിട്ട് നമ്മൾ ഇതിന് ആവശ്യമായിട്ടുള്ള മാർഗ്ഗങ്ങൾ സാറ് സ്വീകരിക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങളോട് 1-2 ആൾക്കാരെ പോയി കാണാനും പറഞ്ഞു. അപ്പോൾ
ഒന്ന് രണ്ട് ഓഫീസർമാരെ ഈ വകുപ്പിലുള്ള ഒന്ന് രണ്ട് ഓഫീസർമാരുടെ അടുത്ത് നിങ്ങൾ പോകണം, പരാതി നിങ്ങൾ അവിടെയും കൂടി ബോധിപ്പിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ സൈഡിൽ നിന്ന് നിയമപരമായിട്ട് ഇത് മൂവ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു സംഭവം എനിക്ക് എല്ലാവരോടും പറയണമെന്ന് തോന്നി. അപ്പം എനിക്ക് പറയാനുള്ളത് ഇതാണ്, മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും സ്വന്തമായിട്ട് എന്തെങ്കിലും കണ്ടൻറ്റ് ഉണ്ടാക്കുക. അതായത് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ കഴിയൂല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ ഈ മൈക്കോ സാധനങ്ങളും പിടിച്ച് ഇറങ്ങാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. കാരണം എത്രയോ ജോലികളുണ്ട്, ഒരു മനുഷ്യന് എടുക്കാൻ പറ്റുന്ന 10,000-കണക്കിന് ജോലികളുള്ള ഈ ലോകത്ത്. അന്യൻ്റെ ഇറച്ചി തിന്നണം അല്ലെങ്കിൽ അന്യനെ കരുവാക്കി, ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ കരുവാക്കിയിട്ട് ഒരു സോഷ്യൽ മീഡിയയിൽ കരുവാരിത്തേക്കുന്നൊരു ജോലി നിങ്ങൾ ചെയ്യുന്നതിനെക്കാട്ടിലും ഏറ്റവും ബെറ്റർ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഏതെങ്കിലും പാടത്തൊരു പുല്ല് വെട്ടാൻ പോണ ഒരു ജോലിയോ അല്ലെങ്കിൽ ഏതെങ്കിലും അതിനൊക്കെ ഒരു അന്തസ്സുണ്ട്. അതായത് ചെയ്യുന്ന പണികൾക്ക് എന്തുണ്ട്, ഒരു അന്തസ്സുണ്ട്. അപ്പോൾ അങ്ങനത്തെ ജോലിയിൽ ഏർപ്പെടുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇതാണ് എല്ലാ ഓഡിയൻസിനോടും ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ ഞങ്ങൾ ഏത് സാഹചര്യത്തിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്, ഏത് സാഹചര്യത്തേക്കാണ് ഞങ്ങളത് ആക്കിയതെന്നുള്ളത് ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ടുള്ള സംഭവമാണ്. 3 ദിവസമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഉറങ്ങിയിട്ട് 3 ദിവസം അതിൻ്റെ കണ്ണും മൂറും കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും. കാരണം ആദ്യത്തെ ദിവസം മുതൽ നമ്മൾ ഓഫീസുകൾ കയറി ഇറങ്ങാണ് ഇനിയും. അപ്പോൾ ചിലപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ പരാതി നമ്മൾ കൊടുത്താലും ഇതിൻ്റെ പുറകിൽ അന്വേഷണം ഉണ്ടാവും, ഇതിനൊരു സമയമെടുക്കും. നിയമപ്രകാരം ഇതിനൊക്കെ ഇതിൻ്റെതായ സമയങ്ങളുണ്ട്. സമയം എടുത്തിട്ടാവും ചിലപ്പോൾ തീരുമാനങ്ങൾ വരിക, ചിലപ്പോൾ പെട്ടെന്ന് തീരുമാനങ്ങൾ വരും. എന്തായാലും എനിക്ക് പറയാനുള്ളത്, ഈ വ്യക്തികളുടെ കേസിൽ ഞങ്ങൾ ഒരിക്കലും ബാക്കിലേക്ക് നിൽക്കാനില്ല. ആരൊക്കെയാണോ ഞങ്ങളെ കുട്ടീനെ ആവശ്യമില്ലാണ്ട് നോവിച്ചത്, നിയമപരമായിട്ട് അതിൻ്റെ അറ്റ്മോസ്റ്റ് എൻഡ് വരെ എങ്ങനെയൊക്കെ ഞങ്ങൾക്ക് പോകാൻ പറ്റും അതുവരെ ഞങ്ങൾ എന്തൊക്കെ വന്നാലും ഞങ്ങൾ പോയിരിക്കും. അപ്പോൾ അതാണ് എനിക്ക് നമ്മളെ ഓഡിയൻസിനോട് പറയാനുള്ളത്. പിന്നെന്താ പറയാനുള്ളത്, എന്തെങ്കിലും വിട്ടോയാ? ആ കാര്യം തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്തതിൻ്റെ സംഭവത്തിൽ നമുക്ക് താങ്ക്സ് പറയാനുണ്ട്. മെറ്റൻ്റെ സൈഡിൽ നിന്നും യൂട്യൂബിൻ്റെ സൈഡിൽ നിന്നും 2 സൈഡിൽ നമുക്ക് താങ്ക്സ് പറയാനുണ്ട്. കാരണം നമ്മൾ കോണ്ടാക്ട് ചെയ്ത ടൈമിൽ തന്നെ ഈ ലൈവ് ഒരുപാട് തെളിവുകളുള്ളൊരു ലൈവാണ് ഞങ്ങൾ കളഞ്ഞതെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങളെ കുട്ടീൻ്റെ ഒരു സാധനം ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് കളയൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അല്ലെങ്കിൽ ഈ വ്യക്തികൾ നമ്മളോട് പറയാനും, നമ്മൾ ഈ കുട്ടീൻ്റെ സാധനം ഇടുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെന്ത് പറയും, നിങ്ങൾ പേഴ്സണലി നമുക്കത് തന്നോളൂ, നമ്മൾ അതിനുള്ള ആക്ഷൻ എടുക്കുക. പക്ഷേ അത് പബ്ലിക്കിൽ വരുത്തണ്ട എന്നുള്ളതിലൊരു നെഗോസിയേഷനിൽ നമുക്ക് എത്തായിരുന്നു. പക്ഷേ അതിന് പോലും സമയം കാണാണ്ട് വെറുതെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൊരു മെസ്സേജ് അയച്ചിരുന്നു, നോക്കിയില്ല എന്നുള്ളൊരു കാരണത്തിൻ്റെ പുറമെയാണ് ഇവരിങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ പറയട്ടെ, ഇതൊരു ചെറിയ സംഭവമല്ല, ഒരുപാട് കുട്ടികളെ ബാധിക്കുന്ന സംഭവമാണ്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇങ്ങനത്തെ ക്രിയേറ്റേഴ്സിനൊക്കെ തലയിൽ വെച്ച് നടക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. കാരണം ഇവർ ക്രിയേറ്റേഴ്സ് അല്ല. അപ്പോൾ ബേസിക്കലി ഇവർ ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾ എല്ലാ തെളിവുകളും ഞങ്ങളെ കയ്യിലുള്ളതിൻ്റെ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എവിടെ വേണമെങ്കിലും ഹാജരാക്കാൻ ഞങ്ങൾ റെഡിയാണ്, ഓരോന്ന് ഹാജരാക്കി കൊടുത്ത് തുടങ്ങിയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇതന്നെ, ഇനി കൂടുതലൊന്നും സംസാരിച്ച് കാര്യങ്ങൾ പറയണില്ല. അപ്പോൾ ഈ കേസിനെ കുറിച്ച് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, എന്ത് സംഭവം വന്നാലും ഞാനൊരു വീഡിയോയിൽ പറഞ്ഞു നിർത്താറാണ്. ഇതിൻ്റെ പുറകെ ലീഗലി പോകാമെന്നല്ലാണ്ട് മറ്റേ അമ്മായിമ്മ പോര് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരാളെ വീഡിയോ അവിടെ ഇവിടെയും വെച്ചിട്ടുള്ളൊരു റിയാക്ഷൻ പോരിന് ഞാനില്ല. അത് ഞാൻ വരില്ല, ഒരു കാലത്തും ഞാൻ വരില്ല. പക്ഷേ ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്താ വെച്ചാൽ, അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ പ്രൈവസിയിൽ കയറി ഇടപെടാതിരിക്കുക. പിന്നെ ഈ പറഞ്ഞ ഈ കളിയാക്കിയ വ്യക്തികൾ ഞങ്ങളെ വീട്ടിലെ ആൾക്കാരെ മാത്രമല്ല, റോഡ് സൈഡിലൂടെ നടന്നു പോണ വ്യക്തികളെ വരെ വളരെ മോശമായ രീതിയിലാണ്, അതായത് സ്ത്രീകളെ ഒബ്ജക്റ്റിഫൈ ചെയ്തിട്ട് എത്ര മോശമായ രീതിയിലാണ് ഇവർ കണ്ടത് ഇത്രയും കാലം എന്നുള്ളത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കാം. അപ്പം അമ്മക്ക് ഞാനൊരു ബർക്കത്തായിട്ട് കൂട്ടിയൊരു കാര്യമുണ്ട്. അതിപ്പോൾ ഞാൻ നമ്മളെ ചെക്കന്മാരോടൊക്കെ പറയേണ്ടത്. അപ്പോൾ ഈ വ്യക്തികൾ ഇവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു. അപ്പോൾ അന്ന് ഇവർ വളരെ നല്ല രീതിയിൽ ഇതിൽ പോണ വ്യക്തികളാണ്, ഈ ഫീൽഡിൽ നല്ല രീതിയിൽ പോകണം. അന്ന് പുറത്തേക്ക് കേട്ടോ, ഉള്ളിൽ ഇപ്പോൾ ഇവരിങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോസും കാര്യങ്ങളും വന്ന സമയത്താണ് നമുക്കറിയണത്. അപ്പം നമ്മൾ ക്ഷണിച്ച ക്ഷണം എന്തൊക്കെയോ തട്ടി പോയി. ഞാൻ കൊച്ചിയിൽ പോയ പല സമയത്തും എനിക്ക് പല തിരക്കുകളുണ്ടായിട്ട് ഞാൻ പോകണം വിചാരിച്ചതായിരുന്നു. പല തിരക്കുകളുണ്ടായിട്ട് ഇന്ന അവിടെ പടച്ചോൻ എത്തിച്ചില്ല. പിന്നെ ഈ വ്യക്തികളായിട്ട് ഒരു ക്രിക്കറ്റ് മാച്ച്, നമുക്ക് എന്തെങ്കിലും ഒരു ക്രിക്കറ്റ് മാച്ച് ഇടാൻ, നമ്മളെപ്പോഴും ക്രിക്കറ്റ് കളിക്കണം, ഇവരെ കൂടെ കളിക്കാമെന്ന് പറഞ്ഞിട്ട് ആ മാച്ചും പടച്ചോൻ നടത്തിച്ചില്ല. പിന്നെ നോമ്പിൻ്റെ സമയത്ത് നമുക്ക് ഒരുമിച്ച് എവിടുന്നേലും നോമ്പ് തുറക്കാമെന്നുള്ളത് ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം ഇതും ഞങ്ങളിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, നോമ്പ് തുറക്കാം. പക്ഷേ എന്തൊക്കെയോ തിരക്കിൽ പെട്ട് നമ്മൾ നോമ്പ് തുറവിലും ഇവരെ കൂടെ പങ്കെടുത്തില്ല. അതുപോലെ തന്നെ ഒരു ഉമ്മമ്മ ഇവരുടെ ലൈവിലും കാര്യങ്ങളൊക്കെ വന്നു. ആ സമയത്ത് നമ്മൾ ഒരുപാട് കോൺടാക്ട് ചെയ്തു. ആ സമയത്ത് ഞാൻ പനിച്ച് കടന്നു തുടങ്ങി. അപ്പം ഏതൊക്കെ തരത്തിൽ ഇവരെ കോൺടാക്ട് ചെയ്തു, അതിനൊക്കെ പടച്ചോൻ ഇന്നെ മാക്സിമം, എനിക്ക് അതിൽ പടച്ചോനോടാണ് നന്ദി പറയാനുള്ളത്. കാരണം അതിൻ്റെ മേൽക്കാരുമില്ലല്ലോ. അപ്പോൾ പടച്ചോൻ ഇന്നെ എല്ലാത്തിനും തട്ടി മാറ്റി. അപ്പം ഞാനിങ്ങനെ ഇപ്പോൾ
ഇരിക്കുമ്പോൾ ബാക്കിൽ ചിന്തിച്ച് നോക്കി, ഒരു സംഭവത്തിലും പടച്ചവൻ എനിക്ക് ഡേറ്റ് തന്നില്ല. അതായത് നേരിട്ട് കാണാനുള്ള ആ ഡേറ്റ് ആകെ നമ്മൾ മീറ്റ് ചെയ്തത് 2 പ്രോഗ്രാംസിനാണ്. കാരണം പ്രോഗ്രാംസ് ഞാനല്ല ചാർട്ട് ചെയ്യുക, ഒരു ഇവൻറ്റ് കമ്മിറ്റി ചാർട്ട് ചെയ്യുമ്പോൾ വേറൊരു ആർട്ടിസ്റ്റ് അവിടെ വരികയാണെന്ന് പറയുമ്പോൾ എനിക്ക് അതിൽ ഒബ്ജക്ഷൻസ് പറയാൻ പറ്റില്ല. ഇന്ന ആർട്ടിസ്റ്റിൻ്റെ കൂടെ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഇന്ന ആൾക്കാരെ കൂടെ ഞാൻ പാടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ പരിപാടി എന്താണോ അത് എടുത്ത് പോകുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവരെ കൂടെ നമ്മൾ പങ്കെടുത്ത സ്റ്റേജിലും നമ്മളെ മുമ്പോ ശേഷമൊക്കെ ആയിട്ട് ഇവർ പെർഫോം ചെയ്ത് പോയിട്ടുണ്ട്. അപ്പം ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ ഈ നോമ്പ് തുറവിന്നും ബാക്കിയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ പടച്ചോൻ നമ്മളെന്ത് ചെയ്തു, തട്ടിത്തെറിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുപോയി എല്ലാ സംഭവങ്ങളിൽ നിന്നും ഇവരായിട്ട് എന്ത് ബന്ധം വരുന്ന കാര്യത്തു നിന്നും പടച്ച റബ്ബ് എന്ത് ചെയ്തു നമ്മളതിന്ന് ഒഴിവാക്കി തന്നു. അപ്പോൾ അത് ഞാൻ വലിയൊരു ബർക്കത്തായിട്ട് കാണുന്നത്. കാരണം അതിനെങ്ങനെ പടച്ചവനോട് എനിക്ക് നന്ദി പറഞ്ഞാൽ തീരുന്നല്ല. കാരണം ഞാൻ മനസ്സുകൊണ്ട് സ്വന്തം എടുത്ത ഡിസ്റ്റൻസ് അല്ല, ഞാനിപ്പോൾ ഇതൊക്കെ പോയോക്കിയാലോ എന്നുള്ളത് എനിക്ക് വിചാരിച്ചിരുന്നത്. കാരണം ഇവരിങ്ങനെ നിൽക്കാണ്ട് വിളിക്കുമ്പോൾ നമുക്ക് ചെന്ന് നോക്കാം, കുറേ നമ്മളെ വിളിക്കണമല്ലേ കോൺടാക്ട് ചെയ്യണമല്ലേ നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ എല്ലാ തടസ്സം പടച്ചവൻ തരുമ്പോഴും അതിനൊക്കെ ഒരു ഭംഗിയുണ്ട് എന്ന് പറയുന്നത് ഇതാണ്. കാരണം ദൈവം നേരത്തെ മുൻകൂട്ടി ഇതൊക്കെ കണ്ടത് കൊണ്ടായിരിക്കും ഇന്നവിടെ എത്തിക്കാഞ്ഞതും ഞങ്ങളെല്ലാവരും അവരായിട്ടൊരു ബന്ധത്തിന് നിർപ്പിക്കാഞ്ഞതും. അപ്പോൾ അത് വളരെ നല്ലൊരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ പടച്ചവനോട് സർവ്വശക്തനോട് നന്ദി പറയണം ഈ ഒരു അവസരത്തിൽ, അങ്ങനെ അവരുടെ കൂടെ ഒരു ബന്ധം കിട്ടാത്തതിന്. അപ്പോൾ ഇനി യാതൊരു തരത്തിലുള്ള ബന്ധം പോയിട്ട് ഈ ചെയ്ത കാര്യങ്ങൾക്ക് ഇവരോട് ഒരു തരത്തിലും മാപ്പർഹിക്കാത്ത കാര്യം ചെയ്തവർക്ക് തക്കതായ ശിക്ഷ കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കണം. സമയമെടുക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർ പെട്ടെന്ന് ഇതാക്കണം എന്ന് പറയണ പോലെയല്ല. എന്ത് സംഭവത്തിനും ഇതിനൊരു ഒരു ടൈമുണ്ട്. അതുപോലെ ഇത് സംഭവങ്ങൾ തെളിയണം, ഈ കാര്യങ്ങളൊക്കെ തെളിഞ്ഞ് സെറ്റായി കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ഒരു ആക്ഷനും കാര്യങ്ങളും വരുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ നിയമവശങ്ങൾ കിടക്കുന്നത്. പക്ഷേ ഞങ്ങൾ ഈ കാര്യത്തിൽ നിന്ന് എന്തായാലും വിട്ടൊഴിയൂല. ഇത് നമ്മളടുത്ത് കൃത്യമായ എവിഡൻസുകൾ ഉള്ളതാണ്. ഇപ്പോൾ ഇവർ AI വോയിസാണ്, അതായത് ഞങ്ങളെയൊക്കെ പറഞ്ഞ വോയിസ് AI വോയിസ് ആണെന്നാണ് പറഞ്ഞതിൽ. ഏറ്റവും LKG കുട്ടികൾ എനിക്ക് തോന്നുന്നത് ഇതിലേറെ ബുദ്ധിയുള്ള കുട്ടികളാണെന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ എനിക്ക് പറയുള്ളത്. കാരണം ഈ വോയിസിൽ ഞങ്ങളെ വ്ളോഗ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആവുന്നുണ്ട്. ഈ വീട്ടിലെ വ്യക്തികൾ ഓരോരുത്തരുടെ വോയിസും വ്യക്തമായിട്ട് കൃത്യമായിട്ട് ഇത്ര സീറ്റ് വ്യത്യാസത്തിൽ നമുക്കിത് കേൾക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു സംഭവത്തെക്കുറിച്ച് 10-12 മിനിറ്റ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കണത്? വേണ്ടാത്ത ആവശ്യമില്ലാത്ത അശ്ലീല തെറികളടക്കം, അതായത് ഏക്ക് പോലും അറിയാത്ത തെറികളടക്കം ഉൾപ്പെടുത്തിയിട്ട് കണ്ണൂർ സ്ലാങ്ങിൽ AI എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് എനിക്കിതുവരെ ഞങ്ങൾ ഒരുപാട് ഇപ്പോൾ AI ഓഡിയോ എഞ്ചിനീയേഴ്സുമാരായിട്ട് ഞങ്ങൾ 2-3 ദിവസമായിട്ട് കോൺടാക്റ്റ് ഉണ്ട്. എല്ലാവരുടെ അടുത്തും ഞങ്ങൾ ഈ ഓഡിയോ അയച്ചിട്ട് ഇത് പ്രൂവനാണ്, അതായത് ഈ ഒരു സംഭവം AI വെച്ചുണ്ടാക്കിയ വോയിസുകളല്ല എന്നുള്ളത് പ്രൂവനാണ്. ഇവരിതിൻ്റെ പിന്നിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഓഡിയോ എഞ്ചിനീയർമാരാണ് ഇതിൻ്റെ പുറകിലിരിക്കുന്നത്. അതായത് ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, നിങ്ങളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്തിക്കണോ അല്ലെങ്കിൽ നിങ്ങളതിൽ കുത്തിക്കയറ്റിക്കണോ അല്ലെങ്കിൽ നിങ്ങളത് മാറ്റം വരുത്തി ഉണ്ടാക്കണം എന്നൊക്കെ അറിയാനുള്ള ടെക്നിക്കുകളും സോഫ്റ്റ്വെയറും സാങ്കേതിക വിദ്യയുള്ള 2026 സൈബർ ലോകത്താണ് നമ്മൾ ജീവിച്ചു പോണത്. അപ്പോൾ ഇവർ പറയണ ഈ AI വോയിസിൽ യാതൊരു, അതായത് ഒരു തരത്തിലും 100%-ൽ 1% പോലും ന്യായമില്ലാത്ത കാര്യമാണ്. ഒരിക്കലും ഇന്നത്തെ കാലത്തെ AIക്ക് ഇനി ചിലപ്പം 2055-ലോ 60-ലോ ചിലപ്പോൾ പറ്റിയേക്കാം. പക്ഷേ ഇന്നത്തെ കാലത്തെ AIക്ക് ഒരിക്കലും ആ ഇന്ന വ്യക്തികളുടെ കൃത്യമായ ശബ്ദം, അതായത് ഞങ്ങളെ ശബ്ദം അടക്കമുണ്ട്, ഞങ്ങളെ ശബ്ദം AIക്ക് കൊടുക്കണമെങ്കിൽ ഇതിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഇല്ല. അതായത് ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ ഒരു പാട്ട് ഫുള്ളി AI ജനറേറ്റർ ഒരു പാട്ട് നമ്മൾ ഇറക്കാം. ഇപ്പോൾ ഒരുപാട് നേതാക്കന്മാരുടെ സൗണ്ടിൽ, ക്രിസ്ത്യാനോൻ്റെ സൗണ്ടിൽ, മെസ്സിൻ്റെ സൗണ്ടിലൊക്കെ പാട്ടുകൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ ഇതിൽ സംഗതികൾ വരുന്ന ഭാഗം, അതായത് പാട്ടിൽ നീട്ടി പോകേണ്ട ഭാഗങ്ങളിലൊക്കെ ഡെസിബൽ കാര്യങ്ങൾ, അതായത് ഈ രീതികളൊക്കെ മാറും AIയിൽ ഇട്ട് കഴിഞ്ഞാൽ. പക്ഷേ നമ്മളതൊന്നും വരാതെ നമ്മളെ വോയിസ് ജനറേറ്റ് ചെയ്തിട്ട് നമുക്കൊരു ഭംഗിയുള്ള പാട്ട്, അതായത് മാറ്റങ്ങളും മാറ്റൊലികളൊക്കെ ഉള്ളൊരു പാട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി ഞങ്ങൾ ഒരു കൊല്ലമായിട്ട് ഒരു AIൻ്റെ പുറകിലുണ്ട്. അതായത് ഇതുവരെ നമുക്ക് പറ്റുന്നില്ല. അതായത് ഒരു കൊല്ലമായിട്ട് ഞങ്ങൾ റിസർച്ച് ചെയ്തിട്ട് ഈ ഒരു AI വോയിസ് ഉണ്ടാക്കാൻ ഞങ്ങളെ സ്വന്തം വോയിസ്, ഞാനിപ്പോൾ ഒരുപാട് അതിൽ ഇതൊക്കെ കൊടുത്തിട്ടും എന്താക്കാൻ പറ്റുന്നില്ല, അതൊരു പാട്ടായിട്ട് വരുന്നില്ല. അപ്പോൾ ഇത്രയും വലിയ ഏറ്റവും പെയ്ഡായിട്ടുള്ള AI സോഫ്റ്റ്വെയർ ടൂൾസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്തിട്ട് പോലും ഈ ഒരു പാട്ട് ഞങ്ങളെ ശബ്ദത്തിൽ ഉണ്ടാക്കാൻ പറ്റാത്തൊരു കാലത്ത് കണ്ണൂർ സ്ലാങ്ങിൽ 10-15 ആൾ ഒരു റൂമിലിരിക്കണം, ഞങ്ങളെ വ്ളോഗ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആവണം, അതിനെ വിമർശിക്കണ തരത്തിൽ അല്ലെങ്കിൽ അതിനെ വളരെ 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 കുടുംബത്തിൽ കയറ്റാത്ത വണ്ണം മോശമായ രീതിയിൽ കയറ്റാൻ പറ്റാത്ത വണ്ണം എല്ലാ സ്ത്രീകളെയും, മൊത്തം സ്ത്രീകളെയും ഉമ്മമാരെയും യുവതികളെ അപമാനിക്കുന്ന രീതിയിലുള്ളൊരു വോയിസ് ഇപ്പോഴത്തെ കാലത്ത് AIയിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സൂപ്പർ ചാറ്റിൻ്റെ സൗണ്ട് എങ്ങനെ ഓഫാക്കാൻ അറിയാത്ത ആൾക്കാരാണ് ഈ AI ഉണ്ടാക്കിയിരിക്കണമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ എനിക്ക് സ്വല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ ലൈവ് ഇട്ട ആൾക്കാർക്ക് ആൾക്കാർ ഇങ്ങനെ വരെ സൂപ്പർ ചാറ്റിൽ 10-20 ഇട്ടിട്ട് തെറി വിളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്വിച്ച് അറിയണില്ല ഇവർക്ക്, ഇത് എവിടെ നിൽക്കിയത് ഓഫ്. അപ്പോൾ ഇവരെല്ലാവരും ഇരുന്ന് തപ്പാണ്.
അപ്പോൾ ഇത്രയും അന്തല്ലാത്തൊരു ടീമിന് ഇത്ര വലിയൊരു AI, അതായത് AI ബന്ധങ്ങളിലേക്ക് പോകാൻ ഒരിക്കലും പറ്റില്ല എന്നുള്ളത് ചിലപ്പം LKG കുട്ടികളോ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് അല്ലെങ്കിൽ 6ാം ക്ലാസ് മുതൽ ഉള്ള ഒരു 5ാം ക്ലാസ്, ഒരു 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ ചിലപ്പം പറ്റുണ്ടായിരിക്കും. അതായത് ഇങ്ങനെ AI ആണ് വിശ്വസിക്കാം. എനിക്ക് തോന്നണില്ല അന്നം തിന്നണ ഏതൊരു മനുഷ്യനും AI ആണ് വിശ്വസിക്കാൻ പറ്റും. അതൊരിക്കലും തെളിയില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ പിന്നാലെ നിങ്ങൾ ഒരുപാട് പോയി കഴിഞ്ഞാൽ ഓഡിയോ എഞ്ചിനീയേഴ്സ് നമ്മളെ കയ്യിലുണ്ട്. ഓഡിയോ എഞ്ചിനീയേഴ്സ് കൃത്യമായിട്ട് നമുക്ക് ഈ വോയിസ് മൊത്തം, അതായത് സ്ക്രീൻ റെക്കോർഡ് ഇട്ട കോപ്പിയല്ല, ഏത് ഫോണിലാണോ ഇവർ റെക്കോർഡ് ചെയ്തത് ആ ഫോണിൽ നിന്ന് കിട്ടിയ ഡോക്യുമെൻ്റ് കോപ്പി നമ്മളെ കയ്യിലുണ്ട്. ഇത് നമ്മൾ ഹാജരാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് AI പതിപ്പുകളല്ല, AI വിഷയങ്ങളല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പതിപ്പിൽ നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ പറയാനില്ല. പറയാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. ഇപ്പം ഞങ്ങൾ ഇന്നലെ മിഞ്ഞാന്ന് പറഞ്ഞ പോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സബ്ജക്റ്റിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരുപാട് ക്രിയേറ്റേഴ്സ് ഈ സബ്ജക്റ്റിൽ ആവശ്യമില്ലാതെ സംസാരിച്ചും ഇതാക്കിയിട്ട് ഒരുപാട് വ്യൂസ് നേടിയ ക്രിയേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതായിരുന്നു ഞങ്ങളെ ലക്ഷ്യം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് കുറച്ച് വ്യൂസ് ഉണ്ടാക്കുക, നമ്മളൊരു കോൺട്രവേഴ്സിയാണ്, നമുക്കൊന്ന് ഒപ്പം കൂടാം, ഒരു 3-4 ദിവസം ഒത്തുപിടിച്ച് ഒരു കുറച്ച് വീഡിയോസ് ഇന്ന ആൾക്കാരും കുറ്റം പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഇത്ര ലക്ഷങ്ങൾ നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളൊരു സബ്ജക്റ്റ് ആയിരുന്നു ഞങ്ങളെ മനസ്സിലുണ്ടായിരുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ 3 ദിവസം ഒരിക്കലും നിയമപരമായിട്ട് ഓരോ ഓഫീസുകൾ കയറി ഇറങ്ങൂല. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ആഭ്യന്തര മന്ത്രിൻ്റെ അടുത്ത് വരെ ഞങ്ങൾ എത്തൂല. ഞങ്ങൾ വീഡിയോ ചെയ്ത് മാത്രം ഇരുന്നിരുന്നു. അപ്പോൾ അതല്ല ഞങ്ങളുടെ ലക്ഷ്യം. ഇതിൻ്റെ പുറകിൽ ഞങ്ങൾക്ക് കൃത്യമായ ദൗത്യങ്ങളുണ്ട്. അത് നിറവേറണവരെ എത്ര സമയമെടുത്താലും എത്ര കാലമെടുത്താലും അതിൻ്റെ പിന്നാലെ ആ ദൗത്യത്തിൽ വിജയിക്കണവരെ ഈ കേസിൽ ഞങ്ങൾ നിരപരാധികളാണ്. ഈ കേസിൽ ഞങ്ങളെ വ്യക്തിഹത്യ ചെയ്ത് ആവശ്യമില്ലാത്ത രീതിയിൽ, അതായത് സെക്ഷുവലി ലൈംഗികമായിട്ട് വളരെ മോശമായ രീതിയിൽ എന്നെയും എൻ്റെ വീട്ടുകാരെയും, ഇപ്പം എൻ്റെ ഉമ്മടക്കം അടങ്ങുണ്ടായില്ല, ഉമ്മാനടക്കമുള്ള സംഭാഷണമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ഈ സംഭവത്തിൽ ഏതറ്റം വരെ ഞങ്ങൾക്ക് പോകാൻ പറ്റും അതുവരെ ഞങ്ങൾ പോകും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ ഈ വീഡിയോ വെച്ചിട്ട് ഇനി വേറൊരു വീഡിയോ ചെയ്യലുണ്ടാവില്ല. കാരണം ഞങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല. നമ്മൾ സ്വതസിദ്ധമായിട്ട് ഞങ്ങളെ കാര്യങ്ങൾ സ്വന്തം കണ്ടൻസ് ചെയ്ത് നമ്മളെ കാര്യങ്ങൾ ചെയ്ത് വളരെ പ്രൊഫഷണലായിട്ട് ഫീൽഡിൽ, ഇപ്പം എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും ജോലിയുണ്ട്. ആരും വെറുതെ വന്ന് ഇവിടെ ഒരു ഹൗസ് എന്നുള്ള രീതിയിൽ അങ്ങനെ കൂടണമല്ല. ഞങ്ങളൊരു മാച്ച് ഉണ്ടാകുമ്പോൾ വരും, കൂടും. നമ്മളൊരു ഫുഡ് വെക്കുമ്പോൾ വരും, കൂടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ പ്രൊഫഷണലി, ഇപ്പം അച്ചുവിനെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അച്ചു ഇൻറ്റീരിയർ ഡിസൈനറാണ്, ഒരു ആർക്കിടെക്റ്റാണ്. ജിംഷാനെ എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ്. സൽമാൻ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ്, വീഡിയോഗ്രാഫറാണ്. ഹർഷി പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ്. ഇപ്പം അസറുവിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അസറു ഡോക്ടറാണ്, അതുപോലെ തന്നെ ബിസിനസ്മാനാണ്. പിന്നെ ആരൊക്കെയാണ് നമ്മളെ കൂട്ടത്തിൽ? ഷാനു നമ്മളെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ട്. നമ്മളെ ടീഷർട്ട് കമ്പനി, അതുപോലെ തന്നെ 3-4 ഫേംസ് കാര്യങ്ങൾ കൊണ്ടുനടക്കുന്നുണ്ട്. ഈച്ചുൻ്റെതായ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ട്, കമ്പനികൾ കൊണ്ടുനടക്കുന്നുണ്ട്. നബീൽ സ്വന്തമായി പെറ്റ് ഷോപ്പ് നടത്തുന്നു. അതിൻ്റെ പുറമെ ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ ഒരുപാട് സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. നിഹാൽ ഇപ്പം ഒരു ഫേമിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് അസോസിയേറ്റ് ആയിട്ടും കാര്യങ്ങളായിട്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. പിന്നെ ആരാ ബാക്കിയുള്ളത്? ബാസിലും ഞാനൊക്കെ ഗവൺമെൻറ് ജോലിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ, ഞാൻ ഗവൺമെൻറ് ജോലിയിൽ നിന്ന് ഇറങ്ങിയ ആളാണ്. പക്ഷേ ബാസിൽ ഇപ്പോഴും ഗവൺമെൻറ് സർവീസിലുള്ള ഒരാളാണ്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരും പ്രൊഫഷണലി എന്ത് കോഴ്സാണോ പഠിക്കാനുള്ളത് ആ കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ട് വളരെ മാനമര്യാദയ്ക്ക് സമൂഹത്തിൽ മറ്റൊരാൾക്ക് ദോഷമില്ലാത്ത രീതിയിൽ അന്നേക്കുള്ള അന്നം കണ്ടെത്തിയിട്ട് വളരെ മാന്യതയോടെ ആൺകുട്ടികളെ പോലെ ജീവിക്കുന്ന വ്യക്തികളാണ്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഈ ഞങ്ങളെ കാര്യം കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അപ്പോൾ ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും ഇതിൻ്റെ കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ അറിയിക്കേണ്ട ആവശ്യമില്ല. അത് ഞങ്ങൾ അതിൻ്റെ രീതിയിൽ ആൾക്കാർക്ക് എന്താ നടന്നതെന്ന് ആൾക്കാർക്ക് അറിഞ്ഞാൽ മതി. അപ്പോൾ ഞങ്ങൾ ഇത്രയൊക്കെയാണ് ചെയ്തതെന്നുള്ളതാണ് ഞങ്ങൾക്ക് ആൾക്കാരോട് പറയുക. കാരണം നാളെ നിങ്ങൾ വന്ന് ചോദിക്കുമ്പോൾ, നിങ്ങളെ വീട്ടിലൊരാളെ പറ്റി പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയണമല്ലോ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത്. അപ്പോൾ അത് ഫുൾ ദൗത്യം പൂർത്തിയാവാൻ നമ്മൾ ഈ നിയമവ്യവസ്ഥൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ആളെ അടിയിൽ നിന്ന് തുടങ്ങി ഓരോരുത്തരെ മീറ്റ് ചെയ്ത് ഏറ്റവും ടോപ്പിലുള്ള ആളെ വരെ മീറ്റ് ചെയ്തു. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് പോകും. ടൈം എടുത്തുകയാണെങ്കിലും നിയമത്തിൻ്റെ വഴിക്ക് പോകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സോ അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞങ്ങൾ എത്രത്തോളം സന്തോഷത്തിലുള്ള ഞങ്ങളെയാണ് 3-4 ദിവസമായിട്ട് ഇവർ സ്റ്റെക്കാക്കിയെന്നുള്ളത്. ഒരാവശ്യമല്ലാതെ ഇവരെ യാതൊരു കാര്യത്തിലും ഇടപെടാതെ ഇവരതല്ല യാതൊരു മനുഷ്യൻ്റെയും ഞങ്ങളെ കൂട്ടത്തിലല്ലാതെ, ഇപ്പോൾ ഞാൻ എൻ്റെ കൂട്ടത്തിലുള്ള കാര്യത്തിലല്ല ഞാൻ ഇടപെടാൻ നിൽക്കില്ല. ഞാൻ എൻ്റെ കാര്യം കല്ലിവല്ലി ഈച്ചുൻ്റെ അഫിൻ്റെയും കാര്യത്തിൽ എനിക്ക് ഇടപെടാനല്ലാതെ എൻ്റെ ഇപ്പാൻ്റെ ഇമ്മാൻ്റെ തീരുമാനങ്ങൾ വരെ ഞാൻ പറയില്ല. അപ്പോൾ അങ്ങോട്ട് പോവാണ്, പോയിക്കോളി, ഇപ്പോൾ എനിക്ക് ഇങ്ങോട്ട് പോകണം, ആയിക്കോട്ടെ, ഇതിൽ നിൽക്കുന്ന ആളാണ് ഞാൻ. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി നടക്കുന്ന ആളാണ്. അപ്പം എനിക്ക് ഈ കേസിൽ എന്നെ സഹായിച്ച ഒരുപാട് പേരുകളുണ്ട്. പുറത്ത് പേര് വരണം എന്ന് ആഗ്രഹിക്കാത്ത ഒരുപാട് പേരുകളുണ്ടാവും. ഓരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടാവും ഞാൻ വിചാരിക്കണം. അപ്പോൾ ഓരോടും താങ്ക്സ് പറയണം. ഒരുപാട് ഈ മേഖലയിൽ ഒരുപാട് വലിയ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരുപാട് വ്യക്തികൾ നമ്മളെ കൂടെ ഈ ഒരു സ്റ്റേജിൽ നിന്നിട്ടുണ്ട്. സോ അത് പ്രശംസനീയാർഹമാണ്.
അത്രയും ഞങ്ങളെ മനസ്സിലാക്കി ഞങ്ങളെ കൂടെ നിന്ന് ഞങ്ങളെ വേണ്ടപ്പെട്ട ആൾക്കാരിലേക്ക് ഡയറക്റ്റ് എത്തിച്ചേരുക എന്നുള്ളത് പ്രശംസനീയാർഹമായ കാര്യമാണ്. അതിന് ഞങ്ങളെല്ലാവരോടും നന്ദി പറയുന്നു. പേരെടുത്ത് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോടും ഞങ്ങളെ ജി കുസു നന്ദി ഞങ്ങൾ അറിയിക്കണം. അപ്പോൾ എത്രത്തോളം സന്തോഷത്തിൽ പോയിരുന്ന ഞങ്ങളാണ് ഇതിലേക്ക് വന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സംഭവം നടന്ന അന്ന് വൈകുന്നേരം ഞങ്ങൾ എങ്ങനെയാണ് ഉള്ളതെന്നുള്ളത് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. സോ അതെല്ലാവരും ആ വീഡിയോ കാണുക. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ബ്രിട്ടീഷ് സ്കോട്ടിഷ് റിസോർട്ടിലെത്തിയാണ്. റിസോർട്ടിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് നമ്മൾ വൈകാതെ കാണിച്ചു തരാം. വന്നപ്പോൾ തന്നെ നമ്മളത് ആക്ടിങ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തൊക്കെയാണ്. അപ്പോൾ SBKൻ്റെ നേതൃത്വത്തിലാണ് ആക്ടിങ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഫസ്റ്റ് സീനിൽ വരാൻ പോണത് എന്താണ് സീൻ? SBK സീൻ എന്താണ്? റോളക്സ് റീമേക്ക്. അതായത് ഈച്ചാണ് ഇവിടെ ജിമ്മി എങ്ങോട്ടോ ചിരിക്കാൻ പാടില്ല കേട്ടോ, സീരിയസ്. അപ്പൊ നമുക്ക് ഓൾറെഡി ആക്ടിങ് സ്കൂളിൽ അഭിനയം കണ്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട് നമുക്ക് കൂടെ. എന്താണ് വരും അപ്പൊ അടക്കടക്ക് ഇത് റോളക്സിന്റെ ടേബിൾ ആണ് കേട്ടോ. അപ്പൊ ഇത് സിൻഡിക്കേറ്റ് മെമ്പർമാരാണ് എല്ലാരും. അപ്പൊ സിൻഡിക്കേറ്റ് അപ്പൊ ഈച്ചുവാണ് റോളക്സ് കേട്ടോ. അപ്പൊ നമ്മള് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പൊട്ടാര റോളക്സ് എന്ന് അറിയില്ല. റെഡി റെഡിയാണോ? ക്യാമറ ആക്ഷൻ 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 2 1 ആക്ഷൻ. டேய் என் சரக்கங்க இருக்கு. யாரா அவன்? ரோடாஸ். அவன் பேரு தில்லே. என் வாப்பா. കത്തി കീറി പോട്ടെ പുറം. അത് തിരിച്ചു വിരിയണല്ലോ. കത്തിയാണ്ട കുറിച്ചില്ല. ചോദ്യം കേട്ടോ. രണ്ടാമത്തെ ചോദ്യത്തിനാണ് ആരാന്ന് ചോദിക്കുന്നത്. പറയണ്ട. അവർ 2-3 ഡയലോഗ് പറയും. അത് കേട്ട് 2 സെക്കൻഡ് കൈ കൊണ്ട് ഇങ്ങനെ അളക്കണം കേട്ടോ. റോളക്സ് ഇങ്ങനെ വരാ. ഫൈനൽ ടേക്ക്. ലാസ്റ്റ് ടേക്കിന് പോകണ്ടോ? പിന്നെ ഒരു സീൻ ചെയ്യണം കേട്ടോ. എല്ലാരും ചെയ്യുന്നുണ്ട്. മതി. റോളക്സ് അവൻ പേര് ദില്ലി. അടുത്ത് പറയണ്ട. എനിക്കറിയില്ല എന്തായാലും പേര് പറഞ്ഞു. 3 2 1 ആക്ഷൻ.
ഞാൻ ഇരുന്നേറ്റ് ഇരിക്കാൻ പാടുള്ള എന്ത് കോർപ്പറേഷൻ ഇല്ലാത്ത സിൻഡിക്കേറ്റ് ആയിട്ട് മാറും. கும்பிடுறத வைக்கல என் சரக்கங்க இருக்கு யார் அவன் பேர் தெரியல அவனை ஸ்கெட்ச் போட்டு தூக்குறான் അപ്പൊ ഞാനല്ലേ എങ്ങനെ എണീച്ചിട്ട് പറഞ്ഞു നിങ്ങളൊക്കെ എന്തോ നോക്കിക്കാ പോയി വെട്ട് അല്ല ഓരോരുത്തർക്കും ഓരോന്ന്. അല്ല നബീലിന് ഞാൻ പറഞ്ഞതാ റോളക്സ് മതി. മിലിറ്ററി പോലീസല്ലേ അവൻ പരോളിന്ന് ജയിലിൽ നിന്നൊരു കൈദി അവ പേര് കൈദി. ചെറിയ ഡയലോഗ് ഞാൻ പറയട്ടെ നബീലിനെ എന്ത് ചെയ്യാന്നല്ല അറിയോ മറ്റേതാ ഈ അവരൊരു സ്പിരിറ്റ് ഉണ്ടല്ലേ സാറേ, അതാണ് കൊടുക്കേണ്ടത് ശരിക്കും. ബോഡി കാർഡ് വന്ന് വെച്ചോട്ടെ ഒരു മെമ്പർ വേണ്ടേ? മെമ്പർ മിസ് ചെയ്യാൻ ഇരിക്ക്. ഓക്കെ റെഡി അല്ലേ? ഇതെന്താ? ഓക്കെ 3, 2, 1 ആക്ഷൻ. റെസ്പെക്ട് കൊടുക്കും. ഇവരോട് ക്യാരക്ടറിലാണ് വെട്ടില്ലേ? നേരെ നിൽക്കി കുമ്പിടി 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 என் சரக்கங்க இருக்கு 500 கோடிடா போய் வருமா யார் அவன் ചോദ്യം കേട്ടിട്ട് ഇവിടെ 2 സെക്കൻഡ് അതൊക്കെ ഓൻ ചോദ്യം കേൾക്കുകയെ ഓൻ യാരവെന്ന് ചേട്ടയുടെ 2 സെക്കൻഡ് കേട്ടിട്ട് അല്ലെങ്കിൽ നിനക്ക് മറ്റേ കൊടുക്കണം ഡേ അണ്ണാവെ പട്ടി സ്വണ്ണ கும்படி 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 டேய் என் சரக்கங்க இருக்கு 500 கோடிடா போய் வருமா எதுக்கு விட்டா அவனுக்கு അല്ല ഞാൻ 500 കോടിയാ പോയ അതല്ലേ അവിടേക്ക് വിട്ടാവാ കാണിച്ചോട്ടാ നോക്കി പഠിക്കാനാണ് എല്ലാരും അങ്ങനെ വരണം.
കൈ ബാക്കിക്ക് ബസ്സില കൈ ബാക്കിക്ക് കണ്ണാടി ഊരിയേക്കട്ടെ. എന്തൊക്കെ ചെയ്യും ഓക്കെ 3 2 1 ആക്ഷൻ കൈ ബാക്കിക്ക് കൈ ബാക്കിക്ക് കുമ്പടി 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 டேய் என் சரக்கங்க இருக்கு 500 கோடிடா போய் வருமா അതല്ല അല്ല സോറി സോറി ഇങ്ങനെ ഇതൊരു സായിബാബ വിളിച്ച കുറച്ച് കയ്യിലെടുന്ന് പറഞ്ഞാൽ എടാ ഈ ചെക്കാര് വാശിക്കാരി ക്യാമറ റോളിംഗ് ആക്ഷൻ കൈ ബാക്കിക്ക് ഞാൻ ഒപ്പം വരണ്ട ബാക്കി നിന്നോ டேய் என் சரக்கங்க இருக்கு 500 கோடிடா போய் வருமா யார் அவன் ரோலக்ஸ் അവൻ പേര് ദില്ലി കഴിഞ്ഞില്ല யாராயாலும் என் சிண்டிகேட்டுக்கு முடிவு பண்றது என்னமே நான் பண்ணல யாராயாலும் ஸ்கெட்ச் போட்டு தூக்குறான் ஓகே வெல் டன் அடுத்த ഞാൻ ഇത്ര അഭിനയിക്കേണ്ടത് ആലോചിച്ചോക്ക് അഭിനയിച്ചു കളിക്കാം ആണോ പരിപാടി കൈ ബാക്കിക്ക് ഭയങ്കര മോശമാട്ടോ ചിരിക്കണ്ട് നമ്മള് ചിരിക്കാൻ പാടില്ല കുമ്പടി ഇട്ടോ കുമ്പിട്ടോളി കുമ്പടി കുമ്പടി ജൂനിയർ ആർട്ടിസ്റ്റ് ചിരിക്കരുത് டேய் என் சரக்கங்க இருக்கு 500 கோடிடா போய் வருமா വരുമാ யாரவன் പറയട്ടെ അതൊരു ഗ്യാപ്പ് ഇടും റിനാനെ ജിപ്പ് പിരിയാറല്ലേ കത്തിലോണ്ടാണ് പേടി டேய் என் சரக்கங்க இருக்கு 500 கோடிடா போய் வருமா யார் அவன் അവൻ പേര് ദില്ലി അവന്റെ പേര് ദില്ലിയിലാണ് അവന്റെ പേരാക്കി ദില്ലി റെഡി ആവണം നാളെ ഒരു മാസറിയിൽ എടുക്കാണ്ടോ എല്ലാരും ഇട്ടേക്കണേ ബ്ലാക്കും ബ്ലാക്കും ഇട്ട് ആ നിന്റെയൊക്കെ കൈ 500 മക്കളെ നേരെ വീണ കയ്യും കാലും വെട്ടിക്കൂട്ടി ഈ ഫ്രെയിമിൽ ഒരു മാസം ഉണ്ട് കുമ്പിട്ടോളി டேய் என் சரக்கங்க இருக்கு 500 கோடிடா போய் வருமா யார் அவன் അവൻ പേര് ദില്ലി പഠിക്കാൻ ചെയ്യാൻ കഴിയും കയ്യിൽ പ്രാക്ടീസ് ചെയ്യണം ബാക്കിയുള്ള ആരെ കുറിച്ചൊന്നും ഈ ചിന്തിക്കണ്ട. എപ്പോഴെങ്കിലും ഒരു നല്ല ഒരു അവസരം കിട്ടി ആരെങ്കിലും ആയാലോ. എടാ ഈ വ്ളോഗ് മറ്റ് നമ്മളെ ഷറഫുദ്ദീൻ കാക്കയൊക്കെ കാണലുണ്ട്. സിനിമയൊക്കെ എടുത്താൽ കാസ്റ്റിംഗ് ആണ് ഒരു തരത്തിൽ. അതെ ചിലപ്പോ ഈ ഒരു സിനിമ എല്ലാ ഡയറക്ടർമാരും കാണുന്നുണ്ട്. പിന്നെ അടുത്തേക്കാരം ജുണ്ട് അഫിയുണ്ട് പിന്നെ ജിമ്മി ചെയ്യാൻ അച്ചു എന്താ മാഞ്ഞു പോയാല് അച്ചുണ്ട് സ്കൂളായിട്ട് ചെയ്യും. ഇനി മറ്റേത്
ഇനി അച്ചു അച്ചു അടുത്ത സ്പിരിറ്റിന്റെ ഞാൻ പറയാം കേറി ചെക്ക് ചെയ്യണോന്ന് പറയാം ഓരോരുത്തര് പറയാം അല്ല ഓരോരുത്തരല്ല ഒരാളെന്നെ അത് ഓരോ പോലീസുകാരാ പറയാ ഒരാളെന്നെ എല്ലാം പറയണം അങ്ങനെയാണോ ഒരാളെന്നെ എല്ലാം പറയണം ദിലീപന്നെ എല്ലാം പറയണേ സ്പിരിറ്റ് സാറേന്ന് പോലീസുകാർ ചെക്ക് ചെയ്തിട്ടല്ലേ പറയണേ അപ്പോഴാണ് ദിലീപ് പറയാം അവരുടെ സ്പിരിറ്റ് കണ്ടില്ല സാറേ അങ്ങനെ കൈയെടുത്ത് സാറേ കൈയെടുക്ക് സാറേ ഓ സാറേ അങ്ങനെ ചിന്നാടന്റെ വണ്ടിയില് ലോഡ് അത്രേ ഉള്ളൂ അത് പറഞ്ഞ അതന്നെ പോയി കിട്ടുവോ ചിന്നു ചിന്നു ചിന്നാടൻ ചിന്നെ വിളിക്കാൻ നിൽക്കുമ്പോ ചതിന്റെ മണം ചതി മണക്കുന്നു വലിച്ച നായർ ബലഹാമെന്ന് കാണിച്ചു കൊടുത്താ ഇത് വടിവളല്ലോ കേട്ടോ ഇതിവിടെ പുല്ല കണ്ടാ തന്നെ മനസ്സിലാവും ഈ കളറൊക്കെ നോക്കി ഇറങ്ങാൻ പരിപാടി ക്യാരക്ടറിൽ നമ്മളൊക്കെ ഒന്ന് ഭരിക്കാൻ പറ്റുന്നുണ്ട് അല്ലെ കയ്യിലില്ലേ ഇറങ്ങാൻ പറഞ്ഞാൽ ചിന്നാടന്റെ സൽമാൻ ഇതില് കത്തി ആവശ്യമില്ല ഞാൻ പറഞ്ഞുതരാം ഞാൻ പറയും കേറി പഠിച്ചു പോയിക്കോളാന്ന് പറയും അപ്പൊ സ്പിരിറ്റാ സാറേ ഇതില് സ്പിരിറ്റാ സാറേ ഇതില് മൂന്നാള് പിന്നെ ഞാൻ പാട്ട് കയറിക്കാം ഓരോ ബസ് ചെക്ക് ചെയ്താണ് ഇങ്ങനെ ഓർഡറിൽ വരണ്ടോ 1 2 സ്പിരിറ്റാ സാറേ ഇതില് സ്പിരിറ്റാ സാറേ ഇതില് സ്പിരിറ്റാ സാറേ പറയുന്ന അവരുടെ സ്പിരിറ്റ് അതിലെ കൈ വെച്ചോ കൈ എടുക്കടാ സാറേ അങ്ങനെ പറയണം ചിന്നാടന്റെ വണ്ടിയിൽ സ്പിരിറ്റ് എത്ര പറഞ്ഞു ഹലോ ചെക്ക് ചിന്നടന്മാരെ ഒറിജിനൽ ആക്ടിങ് കേട്ടോ അപ്പൊ അവിടെ അടിയാവട്ടെ കാണികൾ കാണാൻ കാത്തിരിക്കാത്ത കോമ്പോ തമ്മ തല്ലിട്ടോ ജിമ്മി ജിമ്മി അവിടെയാ ഇവിടെ വെച്ചോ ചിരിച്ച പ്രശ്നമല്ലോ ഇത് കഴിഞ്ഞാൽ കേറി പഠിച്ചേക്കണോ ഇതല്ലേ പറയണ്ടേ അവരുടെ അവരുടെ ഒരു സ്പിരിറ്റ് അവരുടെ സ്പിരിറ്റ് ഓക്കെ ഓക്കെ
റെഡി റെഡി. ആൻഡ് ആക്ഷൻ. കേറി പരിശോധിക്കണോ? അവരുടെ പീരിയഡ് നോക്കി ഇതും സ്പിരിറ്റ് ആണല്ലോ സാറേ. ഇന്നത്തെ ക്യാരക്ടർ ഇത് മിക്സ് ആയി പോയി. സൈലൻസ് 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 ഇമ്മീഡിയറ്റ് ആയിക്കോട്ടെ ആയിക്കോട്ടെ റെഡി ക്യാമറ. ആയിക്കോട്ടെ ഇജ്ജ് പറയണ പോലെ. റെഡി ഗെറ്റ് റെഡി. റെഡി റെഡി റെഡി. ആൻഡ് ആക്ഷൻ. കേറി പരിശോധിക്കണോ? അവരുടെ സ്പിരിറ്റ് ഒക്കെ സാറേ. പോ സാറേ. കൈയെടുക്ക് സാറേ. കൈയെടുക്ക് സാറേ. ചടക്ക് ലോറിയിൽ ലോഡ് കളത്തിൽ എന്റെ മക്കട്ടെങ്ങാനും കയറാൻ വന്നിട്ടുണ്ടല്ലോ. ചിന്നാടൻ ലോറിയില് സൽമാൻ എത്ര ഉള്ളൂ? 2-3 വട്ടം ചെയ്യാൻ പറ്റണുള്ളൂ. റെഡി ക്യാമറ. ആൻഡ് ആക്ഷൻ. കേറി പരിശോധിക്കണോ? അവരുടെ സ്പിരിറ്റ് ഒക്കെ സാറേ. സ്പിരിറ്റ് ഒക്കെ സാറേ. സ്പിരിറ്റില് പറയും. അവരുടെ കൈ പോകേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അവരുടെ സ്പിരിറ്റ് അത് മാസമുണ്ടല്ലേ? സാറേ അങ്ങനെ പറയണം. പിന്നെ കൈ വെക്കുമ്പോ ഫുൾ മാസമുണ്ട്. കൈയെടുക്ക് സാറേ. അപ്പൊ ടെററാണ്. സ്പിരിറ്റ് പറയുമ്പോ സ്മൈൽ. കൈയെടുക്ക് സാറേ പറഞ്ഞിട്ട് പിന്നെന്താ പറയണ്ടേ? ചിന്നാടന്റെ വണ്ടിയിൽ സ്പിരിറ്റ് എന്റെ മക്കട്ടെങ്കിലും കയറിയുണ്ടല്ലോ ആ സാധനം. അറ്റ്മോസ്ഫിയർ ആയി. ഹെഡ്ഫോൺസ് വെച്ച് കാണണ്ടാ. റെഡി റെഡി ക്യാമറ. സൈലൻസ് ആൻഡ് ആക്ഷൻ. കേറി പരിശോധിക്കണോ? അവരുടെ സ്പിരിറ്റ് ഒക്കെ സാറേ. ചെറിയ വാക്കല്ലേ വീഴ്ചയുള്ളൂ. ചിരിച്ചാണ്ട് പറയണം. പറയുന്നവരുടെ സ്പിരിറ്റ് ഒക്കെ സാറേ. അപ്പൊ ഇങ്ങനെ കഴിയും. എടാ ആയിക്കോട്ടെ, തെറ്റാലും നമുക്ക് ഇങ്ങനെ പോയി നോക്കാം. എവിടെയെങ്കിലും കിട്ടിയാലോ. റെഡിയുണ്ട്. ചിരിക്കല്ലേ ചിരിക്കല്ലേ. അതില്ലേ കുറച്ച് ഓപ്പൺ ആയിട്ട് പറയും. അവിടെ നെത്തിയില്ല ചിന്നാട അവരുടെ സ്പിരിറ്റ് ഒക്കെ സാറേ. വർക്കിച്ചനല്ലേ പോട്ടാ വക്കച്ചൻ. അവരുടെ സ്പിരിറ്റ് പറയുന്നവര് സ്പിരിറ്റ് നോക്ക് സാറേ. അതിലും വെക്കുമ്പോ അപ്പൊ എന്റെ മുഖത്ത് മാറിയാ മതി. അപ്പൊ ഒന്ന് പോസാ. കൈയെടുക്ക് സാറേ. നായി. ആക്ഷൻ. കേറി പരിശോധിക്കണോ? അവരുടെ സ്പിരിറ്റ് ഒക്കെ സാറേ. അപ്പൊ അങ്ങനെ തന്നെ പറയണ്ട്. ആ ഇങ്ങനെ ബാക്കി കോളാക്കരുത്. കുറച്ച് ചിരി ഉണ്ടായാലും കുഴപ്പമില്ല. ദിലീപ് ചിരിച്ചാണ്ട് തന്നെയാ പറഞ്ഞത്. ആ നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടല്ലേ? അത് ദിലീപും ഇത് ഞാനും അല്ലേ? ആ പറയാ. ഓക്കെ നബിലെ ആക്ടിന് പോലെ പറയാ. ആവശ്യമുള്ള റോൾ അവനക്ക് ഇപ്പൊ തരും. അത് ചെയ്തോണ്ട്. കേറി പരിശോധിക്കണോ? അവരുടെ സ്പിരിറ്റ് ഒക്കെ സാറേ. പോ സാറേ.
കൈയെടുക്ക് സാറേ. ബാക്കി ചെയ്തോ ഇങ്ങള് ചിരിച്ചിട്ടല്ലേ ഇടയ്ക്കത് മാറി, കൈയെടുക്കലും പോ സാറേ മാറി. അടുത്ത ജിമ്മി ജിമ്മി ജിമ്മി. ആ ജിമ്മി 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 ജിമ്മി. ഓ സാറേ എടാ സൽമാനെ ജറ സ്പിരിറ്റാ സാറേ പറയാൻ പോയിക്കോ. ആ ഷീനുവിന് റോൾ കൊടുക്കട്ടോ പോണേനെ മുന്നേ. ജിമ്മി ഞാൻ ഇപ്പൊ എന്തോ പറയുന്നു എന്തിനാ പറഞ്ഞേ? ഇന്ന് തൊള്ള തുറക്കൂല. അതൊക്കെ വരും അതൊക്കെ വരും. ഓൾറെഡി കൊറേ കണ്ടടാ. ഇനി പുതിയ എടാ ഈ കൈ എവിടെയെങ്കിലും വെക്കാൻ പറ്റും. പഠിച്ചോ വയ്ക്കൂല കഴിയൂല. പറയുന്ന ഒരു സ്പിരിറ്റ് കണ്ടില്ലേ സാറേ? ഇതിന്റെ തൊള്ള പറയുന്ന ഞാൻ ഇവിടുന്ന് ഡയലോഗ് പറഞ്ഞത്. റെഡി കലിപ്പനാട്ടോ. പറയുന്ന ഒരു സ്പിരിറ്റ് കണ്ടില്ലേ സാറേ? പറയും എനിക്ക് വയ്ക്കൂല. റിയാക്ഷൻ പറയട്ടെ. ഹലോ 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 നിനക്കറിയില്ല. അയ്യോ അച്ഛന് മാസേര് നാളെ ആക്ഷൻ ഞാനും പറയാം അച്ഛന് മാസേര് ഇവിടെ നമ്മൾ പറയുന്ന ഇതെന്താ ചെക്കന്മാർക്ക് കാണിച്ചു കൊടുക്കുക. അല്ലാണ്ട് ഇതൊന്നും അറിയില്ല. പഠിപ്പിച്ചെടുത്തോ കണ്ണട പിടിയാക്കട്ടെ. ഈ തൊള്ള കൈ വെക്കാം. കൈയിട്ട് തട്ട്. ഇതല്ല ഏട്ടന് ഇല്ല. കേറി പൈസ നേരത്തെ പോയി ക്ലാസ് ആയി. കേറി പരിശോധിക്കണോ?
ഞാൻ പറയാം ഞാൻ ഈച്ചോണ്. സോറി ഇത് എടുത്തിട്ട് കിട്ടും. പറയുന്ന അവരുടെ സ്പിരിറ്റ് നോക്ക് സാറേ. കൈ എടുക്ക് സാറേ. ചിന്നാടന്റെ വണ്ടിയിൽ ലോഡ് നടത്തുന്ന എന്റെ മെക്കട്ടെങ്കിലും കയറിയാലുണ്ടല്ലോ. അപ്പൊ ബാസില് വിജയിച്ചിരിക്കണ്ട ഈ ഒരു കോമ്പറ്റീഷനിൽ. അഭിനയുണ്ട് കയ്യില്. ഓനെ കൊണ്ട് ഞാൻ അത് ജയിപ്പിക്കായിട്ടാണ്. പാവണ്ട അല്ലേ തന്നെ കേരളാണ്. പ്രാക്ടീസ് ചെയ്ത് ഇത് ചിലപ്പോൾ റെഡിയാവും. എന്നാ പോയാലോ? ഒരു ഡയലോഗ് എനിക്കറിയാം, പക്ഷെ ഇവിടെ പറയണ്ട. തൂക്കിട്ട് നടക്കുന്ന അരച്ചാണിന്റെ പിസ്റ്റളല്ല, ഗണ്ണ്. നല്ല ഡബിൾ ബാരൽ ഗണ്ണ്. ചെയ്യണ്ട ഞാൻ ചെയ്ത് കാണിച്ചിറങ്ങ എല്ലാവർക്കും. പോവാ അല്ലെങ്കിൽ ഞാൻ ചെയ്യാ. ഇപ്പൊ അതൊക്കെ ചെയ്ത അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി കേട്ടോ. ഇതാണ് നമ്മളെ റിസോർട്ട്. നമ്മളിപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചാൽ ഇത് കാണാൻ പറ്റുന്ന തോന്നുന്നില്ല, കാരണം ഫുൾ ഇരുട്ടാണ്. പക്ഷേ ദിസ് ഇസ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്, വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ്. 1948 വ്ളാഡിമിർ പുടിൻ എന്ന് പറഞ്ഞിട്ടുള്ള രാജാവാണ് ഫുള്ള്. അത് ഓൾറെഡി ഉള്ള ആളാണ്, വേറെ രാജാവിൻ്റെ പേര്. ടിപ്പു സുൽത്താൻ ആർക്കിടെക്ചർ ചെയ്ത് മൈക്കും 1948 ബംഗ്ലാവ്. ഇന്റീരിയർ ഡിസൈന് ഓൺഡ്രിയോ ചെയ്തിട്ടുള്ള 1948 അച്ചുവിന്റെ അപ്പപ്പാന്റെ ഒപ്പം അന്ന് ഇന്റീരിയർ ചെയ്തിട്ടുള്ള ഒരു ആ ഒരു ബിസിനസ്. അന്ന് ഒണ്ടേരിയോ ഡിസൈൻസ്, അപ്പൊ എന്തായാലും നമുക്ക് പോയി വന്നിട്ട് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും കാണാം. അപ്പോൾ ഇത്രയും സന്തോഷത്തോടെ സാഹോദര്യത്തോടെ സിനിമാ പേരൊക്കെ പറഞ്ഞ് കളിച്ച് മറ്റേ എന്ത് ഗെയിമുകളാണ് അക്കുത്തിക്കുത്താന വരുമ്പത്തൊക്കെ കളിച്ച് നടക്കണം. ഞങ്ങളെ കാര്യത്തിലാണ് ഇവർ പോയിട്ട് കുട്ടിയും കോലും കുത്തി ഇളക്കിയത്. സോ എന്തായാലും ഒരു തരത്തിൽ ഞങ്ങളെ സൈഡിൽ നിന്ന് ഒരു വിട്ടുവീഴ്ച ഉണ്ടാവുന്നതല്ല. അപ്പം ഞങ്ങളെ അറ്റ്മോസ്റ്റ് ലെവലിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. സോ താങ്ക് യു സോ മച്ച് ഗൈസ്. ഞങ്ങൾ ഈ വ്ളോഗ് കണ്ടതിന് ഞങ്ങൾ എത്രത്തോളം സന്തോഷത്തിലായിരുന്നു. ഒരു ആവശ്യമില്ലാത്ത പ്രശ്നം ഒരു മനുഷ്യൻ്റെ, അതായത് അന്നത്തെ വീഡിയോയിലുള്ള ഞാനും ഇന്ന് സംസാരിക്കണം ഞാനും തമ്മിൽ മാറ്റമുണ്ട്. യാതൊരു ആവശ്യമില്ലാത്തൊരു പ്രശ്നത്തിൽ ഒരു മനുഷ്യൻ്റെ മാനസിക നിലനെ എത്രത്തോളമാണ് ബുദ്ധിമുട്ടിപ്പിക്കണമെന്ന് മനസ്സിലാക്കിയിട്ട് ദയവേത് ഇങ്ങനത്തെ സംഭവങ്ങൾ ഇനി ആരും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഞങ്ങളൊരു റിക്വസ്റ്റ്. ഇനി ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തൊക്കെയാണോ ഇന്ന് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ നിയമവശങ്ങൾ അതിൻ്റെ രീതിയിൽ പോവുകയും ചെയ്യും. അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ മസ്റ്റായിട്ടും പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്. വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളെ മറ്റതിന് ലൈക്കും കമൻറ്റും ഇടണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഞങ്ങളെ കുത്തിത്തിരിപ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. ഞങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നുള്ള ചോദിച്ചവർക്ക് എല്ലാവർക്കും കൃത്യമായ ഉത്തരങ്ങളും മറുപടികളും കിട്ടി എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ഐ ലവ് യു ഓൾ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.